പ്രൈസ് ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നല്ലോ. നമ്മുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ ഓരോ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും അനുഗ്രഹവും സന്തോഷവുമായി തീരുന്നെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കൽക്കട്ടയിൽ നിന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ സാക്ഷ്യവും പ്രിയപ്പെട്ട ദൈവമക്കൾ ആദ്യോടന്തം കേട്ടാൽ വളരെയധികം അനുഗ്രഹവും സന്തോഷവും ആശ്വാസവും കർത്താവിനോട് നിങ്ങൾക്ക് അടുക്കുന്നതിനൊരു മുഖാന്തരവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ വ്യൂവേഴ്സിനെയൊക്കെ ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സൗഖ്യമായിട്ടിരിക്കുന്നു ആന്റി. ഓക്കെ. കൽക്കട്ടയിൽ നിന്നാന്ന് പറഞ്ഞു. കൽക്കട്ടയിൽ എവിടെ? പ്രോപ്പർ കൽക്കട്ടയിൽ തന്നെ എവിടെയാണ്? കൽക്കട്ട സിറ്റിയില് അവിടെ ബിഹാല എന്ന് പറയും. ആ, ബിഹാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ. ICPF-നോടുള്ള ബന്ധത്തില്. ICPF-നോടുള്ള ബന്ധത്തിലല്ലേ? ഓക്കെ ഓക്കെ. കർത്താവ് പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. ജീവിതത്തിൽ ഒത്തിരി അനുഭവം കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവിനെ കണ്ടുമുട്ടിയ വഴികളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സാക്ഷ്യം കേൾവിക്കാരുടെ ജീവിതത്തിലൊരു അനുഗ്രഹമായി തീരണം കർത്താവേ. ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളൊന്നും ഓർക്കാതെ വണ്ണം അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ കർത്താവ് അവിടുന്ന് ഇടയാക്കുമാറാകണമേ. ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ. സൗമ്യ, കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ സൗമ്യയ്ക്ക് നൽകി തരികയാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ നമ്മുടെ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ആന്റി. ഇപ്രകാരം ഒരു അവസരം എനിക്ക് നൽകി തന്നതിന് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ, നന്മകളെ ഇന്ന് ജനത്തോട് പറയുവാൻ തക്കോണം ഇപ്രകാരം ഒരു മീഡിയ വഴി ദൈവം ഒരുക്കിയതിന് ദൈവത്തിനും അതുപോലെ ജോയ്സ് ടി വി പ്രിയ ആന്റിക്കും കർത്താവിന്റെ ദാസനും ആദ്യമായി നന്ദി അറിയിക്കുന്നു. ആന്റി പറഞ്ഞതുപോലെ എൻ്റെ പേര് സൗമ്യ. എൻ്റെ ജന്മനാടെന്ന് പറയുന്നത് റാന്നിയാണ്. റാന്നി തീയാടിക്കൽ എന്ന് പറയും, ഒരു കൊച്ചു ഗ്രാമപ്രദേശം. റാന്നി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു നല്ലൊരു ഗ്രാമപ്രദേശമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു 10 വയസ്സ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ജീവിതത്തിൽ വന്ന ചില തിക്താനുഭവങ്ങളുടെ ഭാഗമായി ഞാൻ അവിടെ നിന്നും ഒരു പറിച്ചു നടലെന്ന് വേണമെങ്കിൽ പറയാം, തീയാടിക്കൽ നിന്ന് ഞാൻ കോട്ടയത്തേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് ഏകദേശം 10 വയസ്സുള്ളപ്പോൾ എൻ്റെ മാതാവിനെയും പിതാവിനെയും എനിക്ക് നഷ്ടപ്പെട്ടു. പിതാവ് നേരത്തെ തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം മാതാവ് ചില ശാരീരിക ബുദ്ധിമുട്ട് കാരണത്താല് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ആ സമയം ഞങ്ങള് എല്ലാവർക്കും, സമൂഹത്തിനും ബന്ധുജനങ്ങളുടെ ഇടയിലും എല്ലാം ഒരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം എനിക്ക് 10 വയസ്സ്, എൻ്റെ സഹോദരന് 2.5 വയസ്സ്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു വലിയ ഒരു അനുഭവമാണ്. ആർക്കും ഏറ്റെടുക്കാൻ പറ്റുന്നവരുണ്ടാകും. എന്നാൽ അന്നത്തെ ആ ഒരു സാഹചര്യം 2004 ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അതൊരു ബാധ്യത തന്നെയാണ്. അപ്പൊ അതിനുശേഷം എൻ്റെ അമ്മേന്റെ ഒരു ആകുന്ന ബന്ധു, എൻ്റെ അമ്മയുടെ അച്ഛന്റെ അനിയൻ, ആ അപ്പച്ചനും അമ്മയാണ് ഞങ്ങളെ പിന്നെ ഒരു 5 മാസക്കാലം നോക്കിയത്. എൻ്റെ അമ്മ ആ മരിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എനിക്കൊന്ന് ഒരു 14 ദിവസം എൻ്റെ മാതാവ് സുഖമില്ലാതെ കിടന്നു. 14ാമത്തെ രാത്രിയാണ് എൻ്റെ അമ്മ, ഒരു വെളുപ്പിന് 2 മണി ആയപ്പോഴാണ് എൻ്റെ മാതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകും. അതിന് മുമ്പായിട്ട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പം അന്ന് അമ്മയെ നോക്കാനായിട്ട് അമ്മയുടെ ഒരു കൂട്ടുകാരി കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയായിരുന്നു അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്ന് രാത്രി അമ്മ മരിച്ചപ്പോൾ ആ ആന്റി ഇന്ന് എവിടാന്ന് പോലും എനിക്കറിയില്ല,
പുള്ളിക്കാരി അന്ന് ആ രാത്രി 2 മണി ആയപ്പോൾ അവിടെ നിന്ന് പോയി. ആ സ്ഥലത്തുനിന്നേ പോയി പുള്ളിക്കാരി. എന്നിട്ട് പിന്നെ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കാരണം അമ്മ ആ രാത്രി ഒരുപാട് വെപ്രാളങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണിച്ചു. അന്നേരം ഞാൻ അന്ന് വെറും 10 വയസ്സ്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ആന്റി ആണെങ്കിൽ പോവുകയും ചെയ്തു. അന്ന് ഞാനൊരു ഹിന്ദു കുടുംബത്തിലാ വളർന്നത്. അപ്പൊ നമ്മൾക്ക് ഈ പേടിയും മറ്റു കാര്യങ്ങളും വരുമ്പോ ഈ ഇരുമ്പൊക്കെ എടുത്ത് കൈ പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ ആങ്ങളെ എടുത്ത് എന്റെ കൈ പിടിച്ചിട്ട് ഈ ഇരുമ്പും എടുത്ത് കൈ പിടിച്ച് ഞാൻ എന്റെ വീടിന്റെ വാതുക്കയിരുന്നു. കാരണം രാത്രി 2 മണിക്ക് ഇരുട്ട്, എങ്ങോട്ട് പോകണോന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല, എല്ലാവരും ഉറങ്ങുന്ന സമയം. ഏകദേശം ഒരു 6 മണി വരെ ഞാൻ അങ്ങനെ കുത്തിയിരുന്നു. ഇന്ന് ഞാൻ അത് ഓർക്കുമ്പോ എനിക്കറിയത്തില്ല ഞാൻ അത് എങ്ങനെ അതിനെ അങ്ങനെ ഇരുന്നെന്നോ അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്തെന്നോ ഇന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നെ കണ്ടു, അതുകൊണ്ടാണ് എനിക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ രാവിലെ ആയപ്പോ എന്റെ ഫാമിലിയില് എന്റെ കുടുംബത്തിൽ പോയി ഞാൻ പറഞ്ഞു, ഇങ്ങനെ അമ്മ അനങ്ങുന്നില്ല, എന്താന്നറിയില്ല, അതുകൊണ്ട് വരണോന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ അമ്മമ്മ വന്ന് നോക്കിയപ്പോ അമ്മ മരിച്ചു. പിന്നെ പുള്ളിക്കാരി തന്നെ ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചു പറഞ്ഞു. പിന്നെ ഫ്യൂണറലെല്ലാം കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞുപോയി. അന്ന് ഞങ്ങൾ അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു, ഇനി എന്ത്, ആര് നോക്കും, എന്ത് ചെയ്യും ഇവരെയും കൊണ്ട്. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു ബാധ്യതയാണ്. കാരണം മറ്റൊന്നല്ല, ഒരു പെൺകുട്ടി വളർന്നു വരുന്നു, അവൾക്ക് ഒരുപാട് ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ഇന്നും ആരെയും കുറ്റം പറയുന്നില്ല. അത് ദൈവത്തിന്റെ നിശ്ചയത്തിലുള്ള കാര്യങ്ങളായിരുന്നു അത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോ അവർക്ക് ഒരു ടെൻഷനായിരുന്നു ഞങ്ങള് സത്യത്തിൽ. അങ്ങനെ ഞങ്ങളുടെ ഒരു അയൽവാസി, ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സുഹൃത്ത് എന്നൊക്കെ പറയാം, ആ അങ്കിള് അമ്മയുടെ മരണസമയം മുതല് പിന്നെ അങ്ങോട്ടുള്ള ഓരോ സമയങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി. അങ്കിളൊരു വിശ്വാസിയാ. അപ്പം എന്റെ അമ്മ ഒക്കെ ഈ അങ്കിളിന്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്നാനത്തിന്റെ വക്കിൽ വരെ എത്തിയ ആളാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് ഫാമിലിയുമായിട്ടുള്ള ഒരു നല്ലൊരു മീൻസ് ഫാമിലി പരമായിട്ട് നല്ലൊരു ഇതിൽ നിൽക്കുന്ന ഒരു ഹിന്ദു ഫാമിലിയിലായതുകൊണ്ട് അവര് മന ചെയ്തു. അതുകൊണ്ട് അമ്മ തുടർന്നവിടെ പോകാൻ പറ്റിയില്ല. സോ അപ്പൊ ഈ അങ്കിളാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോട് കർത്താവിന്റെ കാര്യങ്ങൾ പറയുകയും VBSന് കൊണ്ടുപോകും ഒക്കെ ചെയ്തു. അന്ന് അങ്കിള് പറഞ്ഞു, യേശു മോളെ സ്നേഹിക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സില് ജീവിക്കുന്ന യേശുവുണ്ട്, സ്നേഹിക്കുന്ന യേശുവുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ ഞങ്ങൾ ഇത്രയും ചെറുപ്പത്തിലെ ഈ അനാഥത്വം, എന്റെ അപ്പനെ അമ്മയെ നഷ്ടപ്പെട്ടു, ആരുമില്ലാത്തൊരു അവസ്ഥയിൽ ഞങ്ങൾ ആയതെന്ന് ഞാൻ അങ്കിളിനോട് ചോദിക്കാനായിട്ട് ഇടയായിട്ടിരുന്നു. പക്ഷെ അങ്കിൾ അതിനെ ഒന്നും പറഞ്ഞില്ല. ആ അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മളെ കൈക്കൊണ്ടു. അതിനുശേഷം ആ ഭവനത്തിൽ ഞാൻ 5 മാസം നിന്നു. 5 മാസം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളായിരുന്നു. പക്ഷെ അവിടെ നിന്ന സമയങ്ങളില് ദൈവവും അവര് ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതയാക്കി തീർത്തില്ല. കാരണം അന്ന് എന്നെ ഞാൻ പഠിച്ച സ്കൂളിലെ എന്റെ അധ്യാപകര്, എന്നെ ഏറെ സ്നേഹിച്ച എന്റെ അവിടുത്തെ ഹെഡ് മിസ്സസ് ഓമന ടീച്ചർ, അതുപോലെ നിർമ്മല ടീച്ചർ, ഇവര് എനിക്ക് എല്ലാ മാസവും വേണ്ട ഗ്രോസറി ഐറ്റംസ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. അരിയാണേലും മറ്റ് സാധനങ്ങള്, ഈവൻ എനിക്ക് തലയിൽ തേക്കാനുള്ള എണ്ണ പോലും എന്റെ ടീച്ചർ ഞങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു എല്ലാ മാസവും. ദൈവം അവരെയൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം 2005 മെയ് മാസം 9-ാം തീയതി ഞാൻ എൻ്റെ ജന്മനാടിനോട് യാത്ര പറഞ്ഞു. എങ്ങനെയെന്നോ എവിടേക്കൊന്നോ എന്തായിത്തീരുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇതുപോലെ ഒരു ഈവനിങ്ങില് ജോയങ്കള്, എൻ്റെ ഒരു കസിൻ, ഒരു ബ്രദറ് ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടുന്ന് കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു. അവിടുന്ന് പോരുമ്പോ എന്റെയും എന്റെ സഹോദരന്റെയും തുണികള് ഒരു ബാഗിലും എടുത്തുകൊണ്ടാണ് ഞാൻ ആ ദേശം വിട്ടുപോകുന്നത്. തിരിച്ചു മടങ്ങി പോകുമെന്നോ ഇനി ഇവരെയൊക്കെ കാണാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചിങ്ങവനത്ത് വന്നു. പുതിയ ദേശം, പുതിയ ആൾക്കാര്, അവിടെ പിന്നെ വളർന്നു. അവിടെ 7-ാം ക്ലാസ്സിലാണ് ഞാൻ ചിങ്ങവനത്തേക്ക് വരുന്നത്. അവിടെ വന്നപ്പം പ്രിയപ്പെട്ട ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന തമ്പിയപ്പച്ചൻ
അമ്മച്ചി അവരെന്നെ ഏറ്റെടുത്തു. അന്ന് നാട്ടില് ചിൽഡ്രൻസ് ഹോം ഇല്ലായിരുന്നു. പക്ഷെ അമ്മച്ചിക്ക് ദൈവം ഒരു വിഷൻ കൊടുത്തു. അതിന്റെ ഫലമായി നാട്ടിലൊരു ഹോം തുടങ്ങുവാനും ഞങ്ങൾ അവിടുത്തെ ആദ്യത്തെ കുട്ടികളായി തീരുവാനും ദൈവം ഇടയാക്കി. പിന്നെ അന്ന് തൊട്ട് എൻ്റെ വിവാഹം 2018 നടന്നു. അതുവരെ എൻ്റെ മാതാപിതാക്കളും എനിക്ക് വേണ്ടപ്പെട്ടവരും എൻ്റെ ബന്ധുക്കളും ഒക്കെ അവരായിരുന്നു. അവിടെ നിന്ന് ഞാൻ എൻ്റെ പഠനകാല അളവില് നമുക്കറിയാമല്ലോ, നമ്മുടെ മാതാപിതാക്കളെ വിട്ടു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവരില്ലാത്തൊരവസ്ഥ അതൊരു ഭയാനകമായ അവസ്ഥ തന്നെയാണ്. കാരണം എൻ്റെ അമ്മ ഉണ്ടായിരുന്ന കാലം എന്ന് പറയുന്നത് ഞങ്ങൾ വലിയ സാമ്പത്തികമായിട്ടൊന്നും ഒത്തിരി ഉള്ളവരെന്ന് അല്ലായിരുന്നെങ്കിൽ പോലും എല്ലാത്തിലും ഒരു സന്തോഷവും സമാധാനവും ആ ഒരാളുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒത്തിരി എൻ്റെ അമ്മയെ ഞാൻ മിസ് ചെയ്തു. എൻ്റെ പല സാഹചര്യങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ദൈവത്തെ കൂടുതലായി അറിയുവാൻ ഞാൻ പറയട്ടെ, ഈ ജോയങ്കൾ എൻ്റെ അടുത്ത് സുവിശേഷം പറഞ്ഞു. പക്ഷെ അത് എത്രമാത്രം ഉൾക്കൊള്ളാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഉള്ളൊരു മാനസിക അവസ്ഥയൊന്നും അല്ലായിരുന്നു എനിക്ക്. പക്ഷെ ചിങ്ങനത്ത് വന്നു. അവിടെ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും എന്താ പറയുന്നത്, എല്ലാ സൈഡിൽ നോക്കിയാലും പ്രാർത്ഥനയാണ്. പ്രേയർസിലുണ്ട്, പിന്നെ ബൈബിൾ കോളേജിൽ നോക്കി അവിടെ പ്രാർത്ഥന. ആ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഞാനും ഗ്രാജുവലി അതുമായിട്ട് ഇഴകിച്ചേരാൻ തുടങ്ങി. ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്കിൾ എനിക്കൊരു ബൈബിള് തന്നു. ആ ബൈബിള് ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പം വചനം അങ്കിൾ എന്നെ ആദ്യം കണ്ടപ്പോ എന്നോട് പറഞ്ഞൊരു വാക്യമാണ് സങ്കീർത്തനി 29:10 വാക്യം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാൽ യഹോവ എന്നെ ചേർത്തോളും. അതിന്റെ പൊരുൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയത്തില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ ഞാൻ എന്നും ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഈ വചനം ഇങ്ങനെയാണല്ലോ പറയുന്നേ, ഇതിലൂടെ എന്നെ നിർത്തണമേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിള് വായിക്കാൻ തുടങ്ങി. വിഷമം വരുമ്പോൾ എന്ത് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നതിന് പകരം ഞാൻ ഈ കാര്യം പറയാം. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. കാര്യം പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ പലപ്പോഴും ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്ന അവസരങ്ങളിലൊക്കെ ആ ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കർത്താവിന്റെ സ്നേഹം നമ്മളെ കെട്ടിപ്പിടിക്കുന്ന പോലെ, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നത്, അതൊക്കെ എനിക്ക് എന്താ പറയുക, ഒരാള് ചെയ്യുന്ന പോലെ എനിക്ക് അനുഭവിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ അങ്ങനെ എന്റെ വിദ്യാഭ്യാസം എല്ലാം പിന്നെ 7ാം ക്ലാസ് തൊട്ട് അവിടെയായിരുന്നു. ഞാൻ പഠിക്കാൻ വലിയ മിടുക്കിയൊന്നും അല്ലായിരുന്നു. എങ്കിലും ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ, ദൈവം ഇതിനെയൊക്കെ കടക്കാനുള്ളൊരു കൃപ തരണം എനിക്ക്. കാരണം എൻ്റെ മൈൻഡ് എപ്പോഴും ഡിസ്റ്റർബ് ആയിരുന്നു. വേണ്ടും പോലെ പഠിക്കാനോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനോ ഒന്നും എനിക്ക് കഴിയുമായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ. എന്ന് പറഞ്ഞ പലപ്പോഴും ജീവിതം എന്തിനാണ് അവസാനിപ്പിക്കാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അതിനൊന്നും അനുവദിച്ചില്ല. കാരണം നമ്മൾ പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മളെ കണ്ടു. അതുകൊണ്ട് ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അവിടെ ആയിരുന്ന സമയങ്ങളിലൊക്കെ എന്താ ഞങ്ങളെ നോക്കിയ ആ ഒരു ആന്റിയിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അപ്പച്ചനും അമ്മച്ചിക്കോ ആർക്കും അറിയില്ല. പക്ഷെ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതെല്ലാം മനസ്സിലാകുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ ആ ഒരു ആന്റി ഉണ്ടായിരുന്ന സമയങ്ങളില് എന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ കൂട്ടുപിടിച്ച് നടക്കുക എന്ന് പറയുമല്ലോ, ആ ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്ന ഇന്ന് ഞാൻ പല കുഞ്ഞുങ്ങളോടും പറയും, ചില സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നമ്മളെ കടത്തി വിടുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് എപ്പോഴും ഓടിപ്പോകാതിരിക്കാൻ, ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കാനൊക്കെ വേണ്ടി തന്നെയാണ് ചില സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ടിടുന്നത്. അതിന് ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത് ദാവീദിന്റെ ജീവിതം തന്നെയാണ്. ദാവീദിനെ കാട്ടിക്കൊണ്ടിട്ടോണ്ടാണ് ദാവീദ് എപ്പോഴും പാട്ടുപാടിയും ആ ഒരു ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നത്. ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നിരുന്നെങ്കിൽ ഇളയ മകന്റെ എല്ലാ അനുഭവങ്ങളും എല്ലാ സാഹചര്യങ്ങളും തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ദാവീദ് അത്രമാത്രം ദൈവത്തോട് അടുക്കുമെന്ന്. അപ്പം ചില സാഹചര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ വരുന്നത് ചിലതൊക്കെ പഠിക്കാനും എന്താ പറയുന്ന ആ ദൈവ സ്നേഹത്തിൽ വീണ്ടും നമ്മൾ വളരാനും ഒക്കെ ഇടയായിത്തീരും.
അതിനുശേഷം +2 അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് 15 വയസ്സായപ്പോൾ അമ്മച്ചി എല്ലാ വർഷവും അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ 15-ാമത്തെ വയസ്സിൽ എൻ്റെ ബർത്ത്ഡേക്ക് അമ്മച്ചി എനിക്ക് വേണ്ടി കഴിഞ്ഞുള്ള എല്ലാ ബർത്ത്ഡേകളിലും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും 15-ാമത്തെ എൻ്റെ ബർത്ത്ഡേക്ക് അമ്മച്ചി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു വാക്യമാണ്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? യഹോവയുടെ പാനപാത്രം എടുത്ത് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ആ വാക്യം എന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ടച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, ദൈവം ഇത്രയും എനിക്ക് 10 വയസ്സുള്ളപ്പം എൻ്റെ ജീവിതം മൊത്തത്തിൽ ഇതായതാ. ഈ ഒരു 5 വർഷക്കാലം ദൈവം എൻ്റെ ജീവിതത്തിൽ എത്ര നന്മകൾ ചെയ്തു. അപ്പോ എനിക്ക് തിരിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമോ അല്ല മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, എൻ്റെ ജീവിതമേ ഉള്ളു കൊടുക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം ഞങ്ങളുടെ ക്യാമ്പുകളിൽ പോകുമ്പോഴൊക്കെ ദൈവവചനം കേൾക്കുമ്പോൾ ആ വോട്ടർ കോഡ് വരുമ്പോൾ ഞാൻ എന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചാഞ്ചാട്ടം ഉണ്ടാകുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ചാഞ്ചാട്ടം ഉണ്ടായി. ജോലിക്ക് പോകണം, നല്ല വീട് വെക്കണം, അനിയനെ നല്ലതായിട്ട് നോക്കണം എന്നുള്ള ഒരു എന്താ പറയുന്നേ, ഒരു പലരിൽ നിന്നുള്ള പല അനുഭവങ്ങളൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ, ഇതിൽ നിന്നൊന്ന് ഓടി പോകണം എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു. എന്നാൽ +2 പഠിക്കുന്ന സമയത്ത് ദൈവം എന്നെ പിന്നെയും ടച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. എൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ്, എനിക്കൊന്ന് ഒരാഴ്ച മുമ്പ് ഞാൻ ദൈവസന്നിധിയിൽ, എനിക്ക് രാത്രി ഉറക്കമില്ല, ഞാൻ ഇരുന്ന് കരഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്? അപ്പൊ ആ സമയങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കണം. എന്ത് വഴിയെന്നോ എന്താണെന്നോ ഒന്നും അറിഞ്ഞു, ഞാൻ ഇതേ പറഞ്ഞുള്ളൂ, എനിക്ക് വേണ്ടി വഴി തുറക്കണം, എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് എനിക്ക് തോന്നുന്ന ദിവസം അമ്മച്ചി ഇതുപോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷെ നിനക്ക് ദൈവവേല ചെയ്യണമെന്നല്ലേ നീ പറഞ്ഞത്, പായിപ്പാട് സെമിനാരിയിൽ നീ പോയെന്ന് അന്വേഷിക്കും, നിനക്ക് അവിടെ ചാൻസ് കിട്ടുമോ, ഈ വർഷം ഉണ്ടോ, നീ പോയി തിരക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനും അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയും കൂടെ ഞങ്ങൾ രാവിലെ പായിപ്പാടുള്ള ബൈബിൾ സെമിനാരിയിൽ പോയി. അവിടുന്ന് ഇന്റർവ്യൂ ഒക്കെ എടുത്തപ്പോ ഞാൻ +2 വരെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. കാരണം ഇംഗ്ലീഷ് നമുക്ക് ഉണ്ട് എങ്കിലും നമുക്ക് മലയാളത്തിലും പഠിക്കാം. അങ്ങനെ മലയാളത്തിൽ തന്നെയാണ് ഞാൻ +2ന്റെ എക്സാമും എല്ലാം ചെയ്തത്. എന്നെയാണ് പായിപ്പാട് കൊണ്ടിട്ടപ്പോ അവിടെ ഫുള്ള് ഇംഗ്ലീഷ് മീഡിയം, മലയാളം ഇല്ല. ആ വർഷം എനിക്ക് അതിന്റെ തലേ വർഷം അവിടുത്തെ മലയാളം മീഡിയം നിർത്തി. അപ്പം അവിടെ ചെന്നു, ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ ചെയ്ത് ഒരുവിധം ഞാൻ പാസ്സായി. പക്ഷെ സംസാരിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും എനിക്ക് അതിനോട് എലിജിബിൾ അല്ലായിരുന്നു ഞാൻ. അങ്ങനെ സാറ് പറഞ്ഞു, ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ പഠിക്കാൻ തനിക്ക് എന്ന് പറഞ്ഞു ഇന്റർവ്യൂവിന്റെ സമയത്ത്. എന്നിട്ട് പറഞ്ഞു, എങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടു. എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു എന്നെ വിളിക്കുമെന്ന്. കാരണം വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ തിരിച്ചെന്റെ പേര് പറയാറേ, അതിനപ്പുറമായിട്ട് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. പക്ഷെ മെയ് ആ വർഷം 2011 മെയ് 9-ാം തീയതി 30-ാം തീയതി എനിക്ക് അവിടുന്നുള്ള ലെറ്റർ വന്നു, ജോയിൻ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ പായിപ്പാടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ പോയി ചേരുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അവിടെ 3 വർഷക്കാലം പഠിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പോയത് 4 ചുറ്റും പ്രാർത്ഥനയും എപ്പോഴും പ്രാർത്ഥനയും പാട്ടും നിന്നൊരു സാഹചര്യത്തിലും വളരെ വ്യത്യസ്തമായ അടുത്തൊരു തലത്തിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ പല പല ദേശത്തു നിന്നുള്ള ആൾക്കാര്, ടീച്ചർമാര്, പുതിയ ആൾക്കാര് വീണ്ടും. എങ്കിലും ഞാൻ അവിടെ ചെന്ന് നാട്ടിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ എനിക്കിവിടെ പഠിക്കാൻ ബുദ്ധി തരണം, ഇനി ഒരു സബ്ജക്റ്റിന് പോലും ഞാൻ ഫെയിൽ ആകാനോ രണ്ടാമത് ഫീസ് അടച്ച് ഇവിടെ രണ്ടാമത് എക്സാം എഴുതുവാനോ ഒന്നും ദൈവം അനുവദിക്കരുത്, എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി തരണം എന്നും പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി 3 വർഷം 6 സെമസ്റ്റർ ദൈവം എന്നെ അത്ഭുതകരമായി നടത്തി. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരി ക്രിസ്റ്റി എന്ന് പറയും, അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എൻ്റെ പഠനത്തിൽ. ആദ്യമൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു, ഒരു കൊച്ചിന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ അതുപോലെ എൻ്റെതായ ഭാഷയിൽ ഞാൻ എഴുതിയെടുക്കും, ഞാനത് പഠിക്കും. ആദ്യമൊക്കെ ഞാൻ കൊച്ചു പിള്ളേർ എഴുതി പഠിക്കുന്ന പോലെ എഴുതി പഠിക്കുമായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയറിൽ.
പക്ഷേ പിന്നെ പിന്നെ ദൈവം എന്റെ ജൂനിയറായിട്ട് വന്നുള്ള കുഞ്ഞുങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചു. സംസാരിക്കാനും ദൈവം എനിക്ക് കൃപ തന്നു. ഇന്ന് അത്യാവശ്യം ഞാന് പിടിച്ചു നിൽക്കും. ഇന്ന് കർത്താവ് എന്താ പറയുന്നത്, ഭാഷയെ തരിക എന്ന് പറയുന്നത് തന്നെ. ഞാൻ എന്നും കരയുമായിരുന്നു ആന്റി. എന്നും എന്റെ ചാപ്പലിൽ കയറി ഞാൻ ഒരു കോണറിൽ പോയി, അതെന്റെ ഒരു കോണറായിരുന്നു. ഞാൻ കരയുമായിരുന്നു അവിടെ ഇരുന്ന് എന്നും. എല്ലാ ദിവസവും 6 മണിയാകുമ്പോൾ ഞാൻ മൂലയ്ക്ക് വരുന്ന കരയും, കർത്താവേ എനിക്ക് കൃപ തരണം. എന്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഒരു ദിവസം നോക്കിയപ്പോ അവിടെ ഇങ്ങനെ കണ്ണുനീരിന്റെ പാടുകളായി നമ്മുടെ ആ ചുവരയിൽ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ചോദിച്ചു, ഇതെന്തിനാ, ഇതെല്ലാം നിന്റെ ടീയേഴ്സിന്റെ പാടുകളാ ഇതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനത് ആരെ കാണിക്കാൻ വേണ്ടി ഒന്നുമല്ല. എന്റെ സങ്കടങ്ങൾ എല്ലാം ഞാന് മനുഷ്യരോട് പറയുന്നതിനേക്കാൾ ഉപരി ദൈവത്തോടാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇന്നും ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ എനിക്ക് ഇന്നൊരു സാധനം ആവശ്യമുണ്ട്, എനിക്ക് തരണമെന്ന്. അത് ഞാന് ഇത് എന്താ പറയുന്നത്, ദൈവത്തോട് ചോദിച്ചു മേടിക്കുക എന്നുള്ളത് ഞാൻ അപ്പച്ചനിൽ നിന്നും അമ്മച്ചിൽ നിന്നും കണ്ട് പഠിച്ചൊരു കാര്യമാണ്. എൻ്റെ റോൾ മോഡൽ. ഞാൻ എൻ്റെ മിഷൻ ജേർണി തുടങ്ങുന്നത് തന്നെ അവരെ കണ്ടാണ്. ഞാൻ ചിങ്ങനത്ത് ചെന്ന സമയത്ത് എനിക്കൊന്ന് അപ്പച്ചന് അന്ന് നല്ല പ്രായമുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുള്ള മനുഷ്യനാണ്. എങ്കിലും വീടിന്റെ 2ാമത്തെ നിലയിൽ കയറി മുട്ടേക്കുത്തി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഇന്ന് നമ്മള് ക്രിസ്തീയ കോളത്തിൽ എടുത്തു നോക്കിയാൽ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവര്. ഞാൻ ആരെയും തെറ്റു പറയല്ല, പക്ഷെ വളരെ വിരളമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പച്ചന്റെ അനുഭവങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതെല്ലാം ഇൻസ്പയർഡ് ആകുക. അവര് പ്രാർത്ഥിച്ച് മേടിച്ചത്, അവർ കടന്നുപോയ വഴികള്, ഒന്നുമില്ലാതിരുന്നപ്പോ ദൈവം അവർക്ക് വേണ്ടി തുറന്ന വാതിലുകള്. അപ്പൊ ഇന്നും അത് എന്റെ മനസ്സിൽ എന്തെങ്കിലും വരുമ്പോ അവർക്ക് അങ്ങനെയാണല്ലോ നടന്നത്, പിന്നെ എനിക്കും അങ്ങനെ നടക്കും, ആ ഒരു വിശ്വാസമാണ് എന്നിലേക്കും പകർന്നു വന്നത്. അതുകൊണ്ട് അവിടെ ആയിരുന്ന സമയങ്ങളിലും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ബൈബിളിൽ എഴുതി വെച്ചെന്ന് സ്തോത്രം ചെയ്യുകയും, ഞാനാണെങ്കിൽ എനിക്ക് ഒരു ഉടുപ്പ് ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ കളറ് പോലും എങ്ങനെ വേണമെന്നും പറഞ്ഞ് എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ട് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങള് ദൈവം എനിക്ക് ഓരോ സമയങ്ങളിലായിട്ട് ദൈവം ചെയ്തു തന്നു. അവിടെ ആയിരുന്ന സമയത്ത് അന്ന് പ്രിൻസിപ്പൾ ആയിരുന്ന ജെയ്സൺ സാറും ജെസ്സി മാമും എന്താ പറഞ്ഞ എനിക്കൊരു അപ്പനും അമ്മയായിരുന്നു അവിടെ. കാരണം എന്നെ അതുപോലെ കരുതുകയും, ഞാൻ ഇവൻ മമ്മീന്ന് പോലും വിളിച്ചോണ്ടായിരുന്നു നടക്കുന്ന ജെസ്സി മാമിനെ. അത്ര എന്നെ എനിക്ക് വേണ്ട സമയത്ത് എന്നെ കൗൺസിൽ ചെയ്യുകയും എനിക്കൊരു കൈത്താങ്ങൽ തന്ന് ആ സെമിനാരിയിൽ എന്നെ നടത്തി 3 വർഷക്കാലം. അവിടുത്തെ അധ്യാപകരാണേലും ഇന്നും ഞാൻ ചെന്നാല് എന്റെ കുടുംബത്തിൽ ചെല്ലുന്ന ഒരു ഫീലാണ് NIBSലോട്ട് ചെല്ലുക എന്നുള്ളത്. അതുപോലെ അവിടുത്തെ അധ്യാപകരും എന്നെ അതുപോലെ കൈക്കൊണ്ടു. അവിടെ നിന്ന് എന്താ പറയുക, എന്റെ സുഹൃത്തുക്കളാണേലും എല്ലാവരും. കാരണം എനിക്ക് എവിടെയൊക്കെയാണോ സ്നേഹം നഷ്ടപ്പെട്ടു പോയത് അവിടെയൊക്കെ എനിക്ക് ദൈവം നല്ല ബന്ധങ്ങളെ തരുവാനായിട്ട് ഇടയായി തീർന്നു. അവിടുന്ന് എനിക്ക് നല്ല ബന്ധങ്ങൾ കിട്ടി. ഇന്നും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ലിജിമോളാണ്. അവൾ ഇന്നും ഏതാണ്ട് 2012 തുടങ്ങിയ ബന്ധമാ. അന്നൊരു ഫ്രണ്ട് എന്ന് തുടങ്ങി, ഇന്ന് എൻ്റെ ഒരു എന്താ പറയുന്നേ സഹോദരിയെ പോലെ ഇന്നും എനിക്ക് എന്ത് വിഷമം വന്നാലും അവൾക്ക് എന്ത് വിഷമം വന്നാലും ഞങ്ങൾ പരസ്പരം വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടുകാരി. എനിക്ക് സഹോദരിമാരില്ല, എനിക്ക് ഒരു ഇളയ സഹോദരനാവളെ. പക്ഷെ ആ ഒരു വിടവ് അവള് നികത്തി. ആഴ്ചയില് കുറഞ്ഞത് ഒരു 2-3 ദിവസം ഞങ്ങൾ തമ്മിൽ വിളിക്കും. കാരണം വിളിച്ചില്ലെങ്കിൽ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്യും, എന്തുവാ ഇന്ന് കോളൊന്നും ഇല്ലേ. ആ ഒരു ബന്ധമാണ്. അതുപോലെ അവിടെ പപ്പായും അമ്മയും അതുപോലെ അവളെ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെയാണ് എന്നെ കരുതുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നത്. ഇവരൊന്നും എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. മറന്നു കഴിഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ നന്ദികേടാ. അതിനുശേഷം അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് പിന്നെ ഞാൻ ചിൽഡ്രൻസ് ഹോമിലേക്ക് വന്നു. പിന്നെ 2 വർഷത്തോളം ചിൽഡ്രൻസ് ഹോമില് അവിടുത്തെ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുവാന് വാർഡൻ എന്ന നിലയില് അവിടെ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ഒരു മിനിറ്റ് സൗമ്യ, ഈ ചിൽഡ്രൻ ഇവരുടെ തന്നെ അല്ലയോ ഇതും? ഈ തമ്പി ബൈബിൾ കോളേജും അവരുടെ തന്നെയല്ലേ? ബൈബിൾ കോളേജ് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് എന്ന് പറയും ആന്റി. അത് പാസ്റ്റർ തോമസ് ഫിലിപ്പ് എന്ന് പറയും. ആ പക്ഷെ മരിച്ചു പോയി.
അവരുടേതാണ്. നമ്മുടേത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്. അപ്പോൾ അവിടെ അന്ന് ബൈബിൾ കോളേജ് ഇല്ലായിരുന്നോ, ലേഡീസിന് ബൈബിൾ ഇല്ലായിരുന്നു? കോളേജ് ഉണ്ടായിരുന്നു, അത് ബോയ്സിന് മാത്രമേ ആ, ഉള്ളായിരുന്നു, ഓക്കെ. ഇംഗ്ലീഷ് മീഡിയം അല്ലായിരുന്നു. ആ. അപ്പൊ അതുകൊണ്ട് അമ്മച്ചി എന്നെ അവിടോട്ട് വിട്ടത്. ഉം. അങ്ങനെ ഞാൻ ചിൽഡ്രൻസ് ഹോമിലേക്ക് തിരിച്ചു വന്നു. ചിൽഡ്രൻസ് ഹോം വന്ന് ചിങ്ങവനത്തുനിന്ന് ഓതറയിലേക്ക് നമ്മൾ അവിടെ സ്ഥലമൊക്കെ മേടിച്ച് അന്ന് അതിന്റെ ഉത്തരവാദിത്വം അമ്മച്ചിയുടെ മൂത്ത മോള് ബിനിയമ്മയും അപ്പായും അത് ഏറ്റെടുത്തു. അവരാണ് ഇപ്പൊ അതിനെ നോക്കി നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പന്റെ അമ്മയുടെ സ്ഥാനം ഇന്ന് അവരാണ് എല്ലാ രീതിയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വിവാഹമായപ്പോഴും എല്ലാം അവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ചിൽഡ്രൻസ് ഹോമിൽ 2 വർഷത്തോളം അവരുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം കൃപ തന്നു. നല്ലൊരു സമയമായിരുന്നു ആ 2 വർഷക്കാലം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവം എനിക്ക് കൃപ തന്നു. അതിനുശേഷം ഞാൻ വീണ്ടും തിരിച്ച് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്തേക്ക് വന്നു. അവിടെ പിന്നെ ഞാൻ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കൂടെ തന്നെയായിരുന്നു കല്യാണം കഴിയുന്നിട വരെ. ആ സമയത്ത് അമ്മച്ചി പോകുന്നിടത്ത് എല്ലാ മീറ്റിങ്ങുകൾക്കും എനിക്കൊന്ന് വിദേശത്തൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്തിട്ടുണ്ട്. മീറ്റിങ്ങുകൾക്ക് കൂടെ കൊണ്ടുപോകും. അതുപോലെ അമ്മച്ചി അവരുടെ കൂടെ 2 വർഷക്കാലം ഞാൻ അവിടെ താമസിച്ചു. എന്താ പറയുന്നത്, കുറെ കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ ദൈവം ആ സാഹചര്യങ്ങളെ ഉപവസിക്കുവാന് ഒക്കെ ദൈവം കൃപ തന്നു. അമ്മച്ചിയുടെ കൂടെ ആയിരിക്കുന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയുടെ പ്രാധാന്യം, നമ്മള് എത്രത്തോളം പ്രാർത്ഥിക്കണം, ഇടിവിൽ നിൽക്കണം എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. അതിനുശേഷം എൻ്റെ വിവാഹ ആലോചനകളൊക്കെ വന്നു തുടങ്ങി. അന്ന് പലതും വന്നെങ്കിലും ദൈവഹിതപ്രകാരമുള്ളത് 2017 വന്നത്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അതും അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്ന് പറയാം. ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഈ വിവാഹാലോചന വരുന്നത്. ഈ ഫ്രണ്ടിനെ ഞാൻ 2007 ഞാൻ പഠിക്കാൻ പോയ ബൈബിൾ കോളേജിൽ ഞങ്ങളുടെ തന്നെ ഇന്ത്യ ചർച്ചിന്റെ ഒരു യൂത്ത് ക്യാമ്പിന് ഞാൻ പോയപ്പോൾ അവളെ പരിചയപ്പെട്ടതാ. അതിന് 2007 ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു കൺവെൻഷനും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. അവര് ഇന്ത്യ വിട്ടിട്ട് വേറൊരു ചർച്ചിലേക്ക് മാറിപ്പോയി. പിന്നെ എവിടാണോ എന്താണോ നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ 2017 ദൈവത്തിന്റെ സമയമായപ്പോൾ വീണ്ടും ഞങ്ങളെ കണക്ട് ചെയ്യിപ്പിച്ചു. ഒരു ദിവസം ആ സമയങ്ങളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ നീ എന്നെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമാണ് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച, കർത്താവെ നീ എന്നെ എവിടെ അയക്കുന്നു അവിടെ ഞാൻ പൊക്കോളാം. എന്താണെന്നോ ഏത് സാഹചര്യമോ അതൊന്നും വിഷയമല്ല, പക്ഷെ എനിക്ക് അങ്ങയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഒത്തിരി തന്നിട്ട് ദൈവം ആരെന്നും, ദരിദ്രനായി തീർന്നിട്ട് ദൈവത്തെ ദുഷിപ്പാനും ഇടയാക്കരുത്. ഇതൊക്കെയാ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ അമ്മച്ചിയായിട്ട് ഞങ്ങള് ഗോവയിലായിരുന്നു, അല്ല കൽക്കട്ടയിലായിരുന്നു. കൽക്കട്ടയിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയി. തിരിച്ചു ചെന്ന സമയത്ത് ഒരു ദിവസം രാവിലെ എൻ്റെ മെസ്സഞ്ചറിൽ ഇങ്ങനെ മെസ്സേജ് വന്നു, എടി നീ എവിടെയാ, സുഖമായിരിക്കുന്നോ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കുറെ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും അച്ഛൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇട്ട് തന്നു. അപ്പൊ ഞാൻ അവൾക്ക് എൻ്റെ നമ്പർ ഷെയർ ചെയ്തു. ഞാൻ അങ്ങനെ ഞങ്ങൾ വിളിച്ചു. ഞാൻ പറഞ്ഞു, അതായത് നീ എന്താണെങ്കിലും ബിനിയമ്മയായിട്ട് സംസാരിക്ക്, ബിനിയമ്മ എന്ത് പറയുന്നു അതുപോലെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ബിനിയമ്മയും അവളുമായിട്ട് സംസാരിച്ചു. ഏകദേശം പിന്നെ ബിനിയമ്മയും പിന്നെ അച്ചാച്ചന്റെ ഫാമിലി അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പിന്നെ എല്ലാം വെടിപിടിയുന്നായിരുന്നു. നവംബറിൽ അക്സ എൻ്റെ അടുത്ത് കാര്യം പറയുന്നു, December 29 അച്ഛനും ഫാമിലി എന്നെ കാണാൻ വരുന്നു. പെണ്ണ് കാണാൻ വന്നതാണ്, അവസാനം കല്യാണം വരെ ഡേറ്റ് എടുത്തിട്ടാണ് അവർ തിരിച്ചു പോയത്. എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ സമയത്ത് ദൈവം ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. അതിനു മുമ്പൊക്കെ എടുത്തു നോക്കിയാൽ ഒരുപാട് ശാപവാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ ഭാവി ശരിയാകത്തില്ല, നീ എങ്ങും എത്തത്തില്ല. ഒരുപാട് പേര് എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ നോക്കുമ്പോ അവരും ഇങ്ങനെ നോക്കിയിരിക്കുക, എന്താകും എന്തായി തീരും ഇവരുടെ ജീവിതം എന്ന് നോക്കിയിരുന്ന പലരുടെയും മധ്യത്തില് ദൈവം അവിടെ അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ആലോചന വന്ന അന്ന് തന്നെ അപ്പച്ചനും അമ്മച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു. വിവാഹത്തിന്റെ ഡേറ്റും എടുത്ത്
ഇവര് മടങ്ങി പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച കർത്താവിനെ സ്നേഹിക്കുകയും അതുപോലെ ദൈവം എവിടെ അയച്ചാലും പോകാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഈ പറഞ്ഞ പോലെ ഞാൻ അധികം സ്വത്തോ സമ്പാദ്യങ്ങളോ ഒന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. അതുപോലെ തന്നെ ഒരാളെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയാം, സാക്ഷ്യം കേട്ടതുമാണ്. കാരണം ഒരുപാട് സ്വത്തോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു എന്താ പറയുക, സാധാരണപ്പെട്ട ഒരാളെയാണ് ദൈവം എന്റെ ജീവിതത്തിൽ തന്നത്. അപ്പം ഞാൻ പറയുന്ന, ദൈവം ഓരോ ദിവസം വിശ്വാസം നമ്മളെ പഠിപ്പിക്കുക, ഓരോ ദിവസവും. അങ്ങനെ ഇവര് കടന്നുപോയി. അതിനുശേഷം ജനുവരിയിൽ ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നു. എൻഗേജ്മെന്റിന്റെ സമയത്ത് ഞാൻ എന്റെ ബന്ധുക്കളെയും എനിക്ക് ഏറെ വേണ്ടപ്പെട്ട എന്റെ കുറച്ച് അയൽവക്കക്കാരെയും ഞാൻ വിളിച്ചു. അവരെല്ലാം വന്ന് എന്റെ എൻഗേജ്മെന്റിന് വന്നു. എന്റെ കല്യാണം എനിക്കും ഞങ്ങളെ ഇങ്ങനത്തുള്ളവർക്കും ഒത്തിരി ആഗ്രഹിച്ചാണ് എന്റെ കല്യാണം അപ്പച്ചൻ നടത്തണം. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അപ്പം എന്റെ അപ്പച്ചനാണെങ്കിൽ എന്റെ ആ എൻഗേജ്മെന്റ് ഒരു കല്യാണമാക്കി തന്നെ അങ്ങ് തീർത്തു എന്ന് വേണേ പറയാം. അന്ന് അപ്പച്ചൻ എന്നെ പറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്റെ ബന്ധുക്കൾക്കാണേലും എന്റെ അവിടെ നാട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം ഭയങ്കര ഷോക്കെന്ന് പറഞ്ഞാല്, വലിയൊരാൾ, ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്തി ഇന്ന് എന്നെ പറ്റി വാതോരാതെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഇവർ ഇതൊക്കെ ഓർത്ത് വെക്കുമെന്ന്. പക്ഷേ ഞാൻ ചെയ്തു കൊടുത്ത ഓരോ കാര്യങ്ങളും തമ്പിയപ്പച്ചൻ ഓർത്ത് പറഞ്ഞപ്പോ ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. അവരെത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു, കരുതുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ആ എന്തൊക്കെയാ വിവാഹം സൗമ്യ, എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാൻ പറ്റുമോ? ഞാന് വീട്ടിലായിരുന്ന സമയത്ത് യെസ്. അപ്പച്ചന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പച്ചൻ പറഞ്ഞത്. ഒരു ദിവസം രാത്രി അപ്പച്ചന് വയ്യാതായി. വയ്യാതായപ്പോ ഇങ്ങനെ ചൂടുവെള്ളം വേണോന്ന് പറഞ്ഞു. അപ്പൊ ചൂട് കഞ്ഞിവെള്ളം അപ്പച്ചൻ ചോദിച്ചത്. അപ്പൊ പെട്ടെന്ന് ഞാൻ കുക്കറിൽ അരി ഇട്ടു. ഏതാണ്ട് 2 മണി എങ്ങാണ്ടായി. ഇപ്പൊ അപ്പച്ചന് ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളാ. അപ്പൊ ഞാൻ പെട്ടെന്ന് അത് ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു, ആ കഞ്ഞിവെള്ളം. പക്ഷെ ഞാനത് ഓർക്കുന്നില്ല, അവിടെ ഉള്ളവരാരും ഓർക്കുന്നില്ല അപ്പൻ ഇത് ഓർത്ത് വെച്ച് പറയുമെന്നുള്ളത്. അപ്പൊ ഞാൻ തന്നെ അത് ഞെട്ടിപ്പോയി, അപ്പച്ചൻ അത് ഓർത്ത് വെച്ച് പറഞ്ഞല്ലോ എന്നുള്ളത്. അങ്ങനെ എന്താ പറയുന്നെ, എന്നെ അതുപോലെ ചേർത്ത് പിടിക്കുകയും എന്താ പറയുന്നെ, കൂടെ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്തു. അതുപോലെ എനിക്ക് ഏറ്റവും നല്ല സാരിയാണ് ബിനിയമ്മ എനിക്ക് മേടിച്ചുകൊണ്ട് വന്നത്. അവര് ബനാറസിൽ പോയപ്പോ അവിടുന്ന് തന്നെയുള്ള സാരി മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, ഒരു അപ്പൻ അമ്മയുള്ള മകളുടെ കല്യാണം എങ്ങനെ നടക്കുന്നു കർത്താവേ, അതുപോലെ എന്റെ വിവാഹം എനിക്ക് നടത്തി തരണം. ഒരു ഹോമിന്ന് പോകുന്ന ഒരു കൊച്ചിന്റെ കല്യാണം എന്നല്ല, അതിനേക്കാൾ ഉപരി യേശുപ്പച്ചൻ ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം അതുപോലെ ഓരോ കാര്യങ്ങള്, ഞാൻ പേപ്പറിൽ എഴുതി വെച്ച ഓരോ കാര്യങ്ങള് ദൈവം എനിക്ക് നടത്തി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് പോകാനുള്ള ആൾക്കാർക്കെല്ലാം പോകാനുള്ള വണ്ടി, അതുപോലെ എന്താ പറയുന്നത്, ഫോട്ടോഗ്രാഫറൊക്കെ എൻ്റെ കൺമുന്നിൽ വന്ന് നിന്നപ്പോഴാണ് ഞാൻ ഞാൻ എന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ ഇവിടെ? കാരണം ഞങ്ങൾക്ക് ഫോട്ടോ അത് എടുക്കണമെന്നുള്ള ഒരു പ്ലാനേ ഇല്ലായിരുന്നു ഞങ്ങളത്. കാരണം എൻഗേജ്മെന്റിന് എടുത്തല്ലോ, പിന്നെ എന്തിനാ ഒത്തിരി ആൽബവും കാര്യങ്ങളും ഓൾറെഡി അവരുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചൊരു കാര്യമാണ്. പക്ഷെ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആള് വന്ന് നിന്നപ്പോ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നി. അപ്പം ഞാൻ എഴുതി വെച്ച കാര്യമാ ഒരു സൈഡില്. പക്ഷെ നമ്മളെ എന്താ പറയുന്ന, ചില സാഹചര്യങ്ങള് ദൈവം നമ്മളെ എന്താ പറയുന്നത്, നീ മറന്നാലും ഞാൻ മറന്നിട്ടില്ല എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ദൈവം അതുപോലെയായിരുന്നു അന്നത്തെ രാവിലത്തെ സംഭവം. ഞാൻ ഒരുങ്ങി വന്നപ്പോ ആള് ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഹോമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അങ്കിള്, പുള്ളി ഡയറക്റ്റ് എന്റെ വിവാഹത്തിന്റെ ചില പിക്ചറുകൾ വേണോന്ന് പറഞ്ഞ് പുള്ളി ഡയറക്റ്റ് പറഞ്ഞ് വന്നതാന്ന് പറഞ്ഞു. അതുപോലെ വിവാഹമാണെങ്കിലും എന്താ പറയുന്നത്, ഞാൻ അവിടെ ചെന്നിറങ്ങി ഞാൻ തന്നെ അന്തം വിട്ടുപോയി. കാരണം അത്രയും വലിയൊരു ഓഡിറ്റോറിയം, ഒരുപാട് ആൾക്കാര്, ഒരുപാട് ദൈവദാസന്മാരുടെ മധ്യത്തിൽ ഞങ്ങളുടെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നല്ലൊരു മാതാപിതാക്കള്, നല്ല കുടുംബം, എല്ലാ രീതിയിലും ദൈവം മാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങളുടെ കുടുംബം
വിശ്വാസത്തോടുള്ള ഒരു മിഷൻ ജേണി ആരംഭിച്ചു. ആദ്യം ജമ്മുവിൽ കടന്നുപോയി. അവിടെ ആയിരുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. അന്നൊക്കെ എനിക്ക് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. ദൈവം ഇവിടെ വന്നിട്ട് ഒന്നും കാരണം ഞാൻ കുഞ്ഞാനത്തായിരുന്ന സമയത്ത് നമ്മൾ 24/7 ബിസിയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒന്നുകിൽ പ്രയർ ചെല്ലിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയറിന് പോകുന്നു വരുന്നു, അങ്ങനെയൊക്കെ. ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും. നമുക്ക് പുറത്തു പോയി ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല, ഒരു ചർച്ചില്ല, ഒന്നുമില്ലാത്ത. യേശു എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവങ്ങളുടെ കുറെ ഫോട്ടോ വെച്ചിട്ട് ഇതിനകത്തെ ആരെങ്കിലും ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമാണോ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ദൈവം ആദ്യം എന്നെ കൊണ്ടുപോയത്. ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയി. ഞാൻ അച്ഛനോട് ചോദിച്ചു, ഇവിടെ നമ്മൾ എന്നോ ചെയ്യാനാ, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു. പക്ഷേ കല്യാണത്തിന് മുമ്പ് തന്നെ അച്ഛനോട് ദൈവാത്മാവ് അറിയിച്ചിരുന്നു, 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ആ ദേശം വിടും, അതുവരെ ദൈവം നിങ്ങളെ അവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്ന്. കൃത്യം 6 മാസമായപ്പോൾ പല എന്താ പറയുന്ന ഇളക്കവും തട്ടലും ഒക്കെ തന്നു. എങ്കിലും ആ ദേശത്ത് ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് കാരണം ഞങ്ങൾ വീണ്ടും ഇവിടെ തുടർന്നു. പക്ഷെ ദൈവം അവിടുന്ന് ഞങ്ങളെ കൂടിളക്കി ഞങ്ങളെ അവിടുന്ന് വിടുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ അവിടുന്ന് വിട്ട് ഞങ്ങള് തിരിച്ച് ദുർഗാപൂരിലേക്ക് വന്നു. വെസ്റ്റ് ബംഗാളില് ദുർഗാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ICPF-നോടുള്ള ബന്ധത്തില് വന്ന് എനിക്ക് 1 വർഷം കഴിഞ്ഞെന്ന് തോന്നുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ജമ്മുവിലുള്ള ഒരു ആന്റി, എന്റെ നമ്പർ ഒന്നും ആന്റിയുടെ കയ്യിലില്ല, പക്ഷെ മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് അയച്ചു, പ്രൈസ് ലോർഡ് സൗമ്യ സുഖമായിരിക്കുന്നല്ലോ, നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് ഇന്ന് 2 മിഷണറിമാരെ ഞങ്ങൾ അയച്ചു എന്നും പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് കേട്ടത്. എനിക്കത് ഭയങ്കര സന്തോഷമായിപ്പോയി. കാരണം ഞങ്ങൾ അവിടെ വിട്ടു പോന്നപ്പോഴേ നമ്മൾ മനുഷ്യരാണല്ലോ. അപ്പൊ പലരും പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി ചുമ്മാ ഇരുന്നു, ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്തില്ല എന്ന്. പക്ഷെ ദൈവം ആ സമയത്ത് എന്നെ ഓർപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞത്, നിങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് നില ഒരുക്കുമായിരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, നിങ്ങൾ നില ഒരുക്കി. പക്ഷെ അത് വിതയ്ക്കാനായിട്ട് ആൾക്കാരെ ദൈവം അവിടെ അയക്കുവാനായിട്ട് ഇന്ന് PG വർഗീസ് പാസ്റ്ററിന്റെ ഒരു മിഷൻ അവിടെ നടക്കുന്നു. അതിനുശേഷം ദുർഗാപൂരിലോട്ട് വന്നു. ദുർഗാപൂരിൽ വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ആ വർഷം എന്ന് പറഞ്ഞ കോവിഡിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങളൊരു റിട്രീറ്റ് ചെയ്യാനിരുന്ന അന്നാണ് ലോക്ക്ഡൌൺ കൊണ്ടുവച്ചത്. ഞങ്ങൾ ആകെ വീണ്ടും നിരാശപ്പെട്ട, ദൈവമേ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയോ. പക്ഷെ ആ ഒരു ലോക്ക്ഡൌൺ പീരീഡ് ആണ് ഞങ്ങളുടെ മിനിസ്ട്രി വളർന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങളെ അറിയാത്ത ഒരു ജനത്തിന്റെ ഇടയിലേക്കാണ് ഞങ്ങൾ പോയത്. പക്ഷെ അന്ന് സൂമും മീഡിയകളെല്ലാം നമ്മുടെ കയ്യിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങള് സൂമിൽ കൂടെ ബൈബിൾ സ്റ്റഡി, അതുപോലെ മറ്റു പ്രെയർ, എന്താ പറയുന്ന മ്യൂസിക്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല കുഞ്ഞുങ്ങളും ജോയിൻ ചെയ്തു. അപ്പൊ എവറി വെനസ്ഡേ ഞങ്ങൾ ബൈബിൾ സ്റ്റഡി വെച്ചു. അപ്പോ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ത്രൂ ആണ് ഞങ്ങൾ ഇത് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ ആ കോവിഡിന്റെ സമയം കഴിഞ്ഞ് പിന്നെന്ന് പറഞ്ഞാല് മിനിസ്ട്രി പല പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു. നമുക്ക് കാരണം ഈ മീഡിയ ത്രൂ പലയിടത്തുനിന്നും നമുക്ക് കിട്ടിയ കുഞ്ഞുങ്ങളെ വെച്ച് ഞങ്ങൾ പല ഏരിയകളിലായിട്ട് ഗ്രൂപ്പുകൾ തുടങ്ങുവാനായിട്ടും, പിന്നെ അതിനുശേഷം ഒരു വണ്ടർ റിട്രീറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ക്യാമ്പ് ദുർഗാപൂർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അത് എന്താ പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്ക് ഭയങ്കര, കാരണം ഞങ്ങൾ തുടങ്ങിയപ്പോൾ സീറോയെന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എന്താ പറയുന്നത്, കയ്യിൽ പൈസ പോലും ഇല്ലാതെയാണ് ഓരോന്നിനും എടുത്ത് ചാടുന്നത്. പക്ഷെ ഞങ്ങള് ദൈവമേ ഞങ്ങളെ നടത്തണം. ഒരു എന്താ പറയുന്നത്, അന്ന് അവിടുത്തെ അക്കൗണ്ടിൽ ഏതാണ്ട് 15 രൂപ എങ്ങാണ്ട് ഉള്ളെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം 3 ലക്ഷത്തോളം രൂപ ക്യാൻസർ സെന്ററിൽ വേണം. ആ അച്ഛന് അന്ന് ദൈവാത്മാവ് കൊടുത്ത പ്രേരണ അനുസരിച്ച് 21 ദിവസം ഉപവാസത്തിന്റെ അവസാന സമയങ്ങളില് എലിയ പറയുന്ന പോലെ മേഘത്തിനുള്ളിൽ നിന്ന് കൈപ്പത്തി പോലുള്ള മേഘം പൊങ്ങി വന്നെന്ന് പറഞ്ഞ പോലെ അവസാന നിമിഷങ്ങളില് അറിയാത്ത വ്യക്തികളിൽ കൂടെ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു കടം പോലും ആ ക്യാമ്പ് സെന്ററിൽ വരാതെ ബാലൻസ് വരത്തക്ക രീതിയിൽ ദൈവം നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വന്ന ഓരോ കുഞ്ഞുങ്ങള്
CNA മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങൾ തിരിച്ചുപോയി പെടുന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നിയ നാളുകളായിരുന്നു അത്. അവിടെ ഏതാണ്ട് മൂന്ന് വർഷത്തോളം ഞങ്ങൾക്ക് ആയിരിക്കാൻ സഹായിച്ചു. 3 വർഷക്കാലവും ക്യാമ്പുകൾ നടത്തി. ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ 0 ആയിരിക്കും, പക്ഷേ പിന്നീടുള്ള ഒരു വർഷത്തേക്ക് വേണ്ട എമൗണ്ട് ദൈവം നമ്മുടെ കൈകളിൽ തരുവാനായിട്ട് ഇടയായി തീർന്നു. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഫാമിലിയിൽ നിന്നാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ, അച്ഛൻ്റെ സുഹൃത്തുക്കള്, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് പറയുന്നത്, ഞങ്ങൾക്കൊരു പ്രോപ്പറായിട്ടൊരു വാഹനം പോലും ഇല്ലാത്ത സമയത്താണ് ഞങ്ങൾ ദുർഗാപൂർ ചെല്ലുന്നത്. അന്ന് ICPFന്റെ ഒരു വണ്ടി അവിടെ ഉണ്ട്. ആ വണ്ടി എന്താ പറയുന്നത്, ഒരു പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി പകുതി വഴിയായപ്പോ നിന്നുപോയി, അനങ്ങുന്നു പോലുമില്ല. പിന്നെ അടുത്ത് കണ്ട ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് അതിന്റെ എല്ലാം അഴിച്ചു നോക്കിയപ്പോ അതിന്റെ വയറുകളെല്ലാം കൂടെ ഒന്നിച്ച് ചുറ്റി വെച്ചേക്കുക. ആ പുള്ളിക്കാരൻ ഇതെന്തോ ചെയ്യണോന്ന് എനിക്ക് അറിയത്തില്ല ഭയ്യാന്ന് പറഞ്ഞു. പുള്ളി എന്തൊക്കെയോ കാണിച്ച് ഞങ്ങൾക്ക് സെറ്റ് ചെയ്തു, പക്ഷെ ലൈറ്റ് കത്തത്തില്ല. അങ്ങനെ പിന്നെ അതും കൊണ്ട് കുറെ നാൾ പോയി. ഇതുപോലെ ഒരു ദേവദാസന്റെ വീട്ടിൽ വിസിറ്റിങ്ങിന് പോയപ്പോ വണ്ടി നിന്നു. പിന്നെ പാസ്റ്ററിന്റെ വണ്ടി ഞങ്ങൾക്ക് തന്നു, ബൈക്ക്. 1 മാസത്തോളം അദ്ദേഹത്തിന്റെ വാഹനം ഞങ്ങൾ ഉപയോഗിച്ചു. അപ്പൊ ഞങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. കയ്യില് നമുക്ക് കൊടുത്ത് മേടിക്കാനും ഒന്നുമില്ല. അങ്ങനെ അച്ഛന്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് ഇതുപോലെ ഒരു ദിവസം വിളിച്ചപ്പം തലേന്ന് രാത്രി ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു, നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ദൈവമേ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് ആന്റി, അത് ശരിയോ തെറ്റോന്ന് എനിക്കറിയില്ല. ഞാൻ പറയാ, എനിക്ക് തരാനോ എനിക്ക് വന്ന് ചോദിക്കാനോ, എനിക്ക് നാണം ഇല്ലാതെ വന്ന് ചോദിക്കാൻ എനിക്ക് അങ്ങേ ഉള്ളൂ. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല വന്ന് ചോദിക്കാൻ. അതുകൊണ്ട് എന്റെ കാര്യം നോക്കേണ്ടത് അപ്പച്ചൻ തന്നെയാ. എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. പിറ്റേന്ന് ഇതുപോലെ എന്നും അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് അച്ഛന്നാണ് വിളിക്കുന്നത്, അച്ഛനെന്നും വിളിക്കും. അപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പം നിങ്ങളുടെ വണ്ടിയുടെ കാര്യമൊക്കെ എന്തോ ആയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഒന്നും ആയില്ല അച്ഛാ, എന്തോ ചെയ്യാനാ എന്ന് പറഞ്ഞു. പറഞ്ഞു നിങ്ങൾ ഏതായാലും വണ്ടി നോക്ക് എന്ന് ഞങ്ങളോട് പറയാനായിട്ട് ഇടയായി തന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്ത് കയ്യിലുണ്ടായിട്ട് നമ്മൾ വണ്ടി നോക്കുമോ, എന്തേലും കൊടുക്കണ്ടേ, അത് നീ നോക്കടാ, ബാക്കി കാര്യം നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ പോയി. അച്ഛൻ പറഞ്ഞ വാക്കിനനുസരിച്ച് ഞങ്ങൾ പോയൊരു 2 വീലർ ബുക്ക് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളെ നല്ല രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നും ഞങ്ങളുടെ കൂടെ അവരുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ വാഹനം എടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ ആ വാഹനത്തില് ഒരുപാട് യാത്രകൾ, 70 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഞങ്ങൾ യാത്ര ചെയ്ത് മിനിസ്ട്രിക്ക് പോയിട്ടുണ്ട്. ഒരുപാട് സമയങ്ങൾ എന്താ പറയുക, വെയിലും മഴയും ഒക്കെ കൊണ്ട് യാത്ര ചെയ്യാറ്. കാരണം എല്ലാവരും പറഞ്ഞു കേട്ട അനുഭവങ്ങളേ ഉള്ളൂ, പക്ഷെ സ്വന്തം ജീവിതത്തിലും അത് അനുഭവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ പല രീതിയില് വളരുവാനായിട്ട് തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് തോന്നി എന്താ ഒരു 4 വീലറും കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ലേറ്റ് ആയി അവരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഈ ഒരു കാർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ അന്നേരം എടുത്ത് വായിച്ച് ചോദിച്ച്, അച്ഛൻ എന്ത് കണ്ടിട്ട് ഈ കാർ എന്നൊക്കെ പറയുന്നത്, നമുക്ക് ഒരു ബൈക്ക് മേടിച്ചത് തന്നെ നമുക്കറിയാം. കാറെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്റെ ചിന്ത ഇമ്പോസിബിളാ. കാരണം ദൈവം ഇതൊക്കെ ചെയ്തു തന്നാലും പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, നമ്മളിങ്ങനൊക്കെ ചോദ്യങ്ങളാ. പക്ഷെ ദൈവം വിശ്വസ്തനായിരുന്നു ആന്റി. എന്റെ ഈ പറഞ്ഞ ലിജി എന്ന് പറഞ്ഞ അവള് അച്ഛനും അവരും കൂടെ തലേ വർഷം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്, അന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നിച്ച് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. വേറൊരു പാസ്റ്ററിന്റെ ബൈക്കും എടുത്ത് ഞങ്ങൾ 2 വണ്ടികളിലാണ് യാത്ര ചെയ്തത്. അപ്പൊ അലക്സിച്ചാൻ പോകാൻ നേരം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, സനിച്ച നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ വണ്ടി എടുക്കും. ഞാൻ ഈ സാറാ ചിരിച്ചെന്ന് പറഞ്ഞ പോലെ ഞാനും ചിരിച്ച്. ഞാൻ പറഞ്ഞ് ഉമ്മച്ചൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാൻ ചുമ്മാ ഇരിയെന്ന് ഞാൻ പറയാനിടയായി. പക്ഷെ ആ മനുഷ്യന്റെ പ്രവചനമായിരുന്നു അത്. ഞങ്ങള് ഇമ്പോസിബിൾ എന്ന് കണ്ട ആ സ്ഥാനത്ത് പിറ്റേ വർഷം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത് കാറും എടുത്തോണ്ട്. എങ്ങനെ സംഭവിച്ചെന്ന് പോലും എനിക്ക് ഇന്നും ചിന്തിച്ചാൽ എനിക്ക് അറിയത്തില്ല ആന്റി അതൊക്കെ എങ്ങനെയാ നടന്നതെന്ന്. അനിയൻ ഇതുപോലെ ഒരു പിക്ചർ ഇട്ട് തന്നു, എടേ ഇന്ന സ്ഥലത്ത് ഒരു കാറ് കിടപ്പുണ്ട്, ഇയാൾ പോയി നോക്കാൻ. അപ്പൊ അച്ഛൻ ഞങ്ങള് ആധാർ എടുക്കാൻ വേണ്ടി പോന്നു. അവിടുന്ന് പെട്ടെന്ന് ഞങ്ങള് അവിടെ ചെന്നപ്പം വണ്ടിക്ക് പറഞ്ഞത് 3.5 രൂപ എങ്ങാണ്ട.
അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ കടമൊന്നും എടുത്ത് നമുക്കൊന്നും ചെയ്യണ്ട, എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ എന്നുള്ള നമ്മളാ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ ഹിതമായിരുന്നു ആ വാഹനം ഞങ്ങൾക്ക് ലഭിക്കണമെന്നുള്ളത്. ഞങ്ങള് പോരുന്നതിന്റെ ആ ഒരു എന്ത് പറയുന്ന ഒരാഴ്ച തലയാഴ്ച എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഞങ്ങൾക്ക് അവിടെ അന്ന് കൊടുക്കേണ്ട പൈസ ദൈവം ഞങ്ങളുടെ കയ്യിൽ തരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ വാഹനം എടുത്തു, ആന്റിയുടെ വീട്ടിൽ കൊണ്ടിട്ടു. വീട്ടിൽ കൊണ്ടിട്ട് ഇത് തിരിച്ചിവിടെ കൊണ്ടുവരണമല്ലോ. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ആൾക്കാര്, നിങ്ങൾ ഇതിനെ കയറെ കെട്ടിക്കൊണ്ട് പോകുമോന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ എനിക്ക് സുഹൃത്ത് ബന്ധങ്ങളെ എന്റെ ലിജിമോളെ പോലുള്ള ഒരു ഫ്രണ്ടാണ് രാജി. അവളും ഹസ്ബൻഡും കൂടെ വിളിച്ചിട്ട് പറയാം, അച്ഛാ ഞങ്ങൾ നാളെ നിങ്ങളുടെ അടുത്തോട്ട് വരുവാന്ന് പറഞ്ഞു. ഞങ്ങൾ കാരണം ഞങ്ങൾ ആ ഞായറാഴ്ച ഞങ്ങൾ അവിടോട്ട് പോകാതിരിക്കുക. അപ്പൊ അച്ഛാ വരുവാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞില്ല, വരാൻ പറഞ്ഞു. വന്നിട്ട് അച്ചാച്ചന്റെ എനിക്ക് തോന്നുന്നു നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എനിക്കൊരാൾ തന്ന അച്ഛാ, ഇത് ഞാൻ നിങ്ങൾക്ക് കൈമാറുക, നിങ്ങൾക്ക് പോകാനുള്ളതാന്നും പറഞ്ഞിട്ട് ആ ദേവദാസം കൊണ്ട് തരുവാനായിട്ട് ഇടയായി തീർന്നു ആന്റി. ഞാൻ പറയട്ടെ, പലപ്പോഴും ഈ ആരും ഇല്ലെന്നുള്ള ആ ഒരു ടെൻഷനും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോൾ എന്റെ ഏറ്റവും വലിയ എന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ദൈവം എനിക്ക് തന്ന ബന്ധങ്ങളാ. എന്റെ ഈ സുഹൃത്തുക്കളാണേലും പല ദേശത്തുള്ള എന്റെ ചേച്ചിമാര്, ഞാൻ ഒരിക്കൽ പരിചയപ്പെട്ടവര് ഒരിക്കലും എന്നെ മറന്നു പോകത്തില്ല. എപ്പോഴും ഒരു കണക്ഷൻ എവിടെങ്കിലും വെച്ച് കൂടെ കാണും. അപ്പം ഒരിക്കലും ഇവരുമായിട്ടൊന്നും ഞാൻ എല്ലാം ഒന്നും ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ദൈവം പലപ്പോഴും അവരെയൊക്കെ തന്നെയാണ് എനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വാഹനമായിട്ട് ദുർഗാപൂര് വരുന്നു. അതിനുശേഷം ഞങ്ങളുടെ മിനിറ്റ് കാർ വന്ന പിറ്റേ ആഴ്ച തൊട്ട് ഞങ്ങൾക്ക് ഖരഗ്പൂർ IIT ഓപ്പണിംഗ് ഉണ്ടായി. IIT പോകാനും അവിടെ ഗ്രൂപ്പ് തുടങ്ങുവാനും ഒക്കെ ഇടയായിത്തീർന്നു. പലപ്പോഴും ദുർഗാപൂരിലുള്ള കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഞങ്ങൾക്ക് ഒന്നിച്ചു വന്ന് അവിടെ പോകുവാനും മിനിസ്റ്റർ ചെയ്യാനും ഒക്കെ ദൈവം സഹായിച്ചു. അവിടുന്ന് ദുർഗാപൂർ 3.5 വർഷക്കാലം കർത്താവ് ഞങ്ങളെ ക്ഷേമകരമായി നടത്തി. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങള് ദൈവം എന്താ പറയുന്ന ഒരു ഇറച്ചിക്കറി കൂട്ടി കഴിക്കണമെന്നും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്ന സമയങ്ങളുണ്ട്. എന്റെ ആ സമയം ഒരു ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം ഇതുപോലെ ഫുഡ് ഈ സാമ്പത്തികമായ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോവുക. അപ്പം ആരോടും പറഞ്ഞൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു എന്നും അരി തിളപ്പിച്ച് പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. കാരണം ഗ്യാസ് തീർന്നു പോകുമോ, കാരണം ഓൾമോസ്റ്റ് തീരാറായി. പക്ഷെ ഇത് തിളപ്പിക്കാൻ വെക്കുമ്പോ ഞാൻ പറയും, കർത്താവ് ഇത് തിളക്കുന്നിടം വരെ ഇത് തീരല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വെക്കും. പെട്ടെന്ന് തിളച്ചെന്ന് കാണുമ്പോ ഇതിനകത്തോട്ട് ഇറക്കി വെക്കും. അപ്പൊ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ കിടന്നത് ഇങ്ങനെ ഫ്രൈ ആക്കി അവന് മൂത്ത മോനും ഉണ്ട്. അപ്പൊ ഞാൻ എന്നും ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ആയപ്പം ഉരുളക്കിഴങ്ങും തീർന്നു, അച്ചാറും പിന്നെ നമ്മളവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലുള്ള. അപ്പൊ ആ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഈ നമ്മുടെ കപ്പലണ്ടി ചട്നി ഉണ്ടല്ലോ അത് തന്നു. അപ്പൊ അതും ഈ അച്ചാറും കൂട്ടി കുഞ്ഞിന് കൊടുത്തപ്പോ ഇവൻ ഇങ്ങനെ ചോദിക്കുകയാണ്, അമ്മ ചിക്കൻ ഇല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല മോനെ, യേശപ്പച്ചൻ തരും എന്ന് പറഞ്ഞു. പക്ഷെ അതുവരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു ആന്റി. കാരണം എന്റെ ചെറുപ്രായത്തില് ഞാന് അമ്മയ്ക്ക് ജോലിയില്ലാത്ത സമയങ്ങളിൽ ഞാൻ മുളക് കുഴച്ച് കഴിച്ചിട്ടുണ്ട് എന്റെ വിശപ്പ് അടക്കാൻ വേണ്ടി. കാരണം എന്റെ അമ്മ കൂലിപ്പണിക്ക് പോയാൽ ഞങ്ങളെ വളർത്തിയെ. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് പറഞ്ഞത്, എനിക്ക് വിശന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുഴച്ച് കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പം എനിക്കതുകൊണ്ട് പട്ടിണി എന്നെ ബാധിക്കുന്ന കാര്യമല്ലായിരുന്നു. പക്ഷെ ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായി പോയി. സൗമ്യ മുളക് കഴിച്ചെന്ന് പറഞ്ഞപ്പോ മുളക് മാത്രോ? മുളക് മാത്രം വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ കഴിച്ചു, എനിക്ക് വിശപ്പ് കേറിയിട്ട്. അപ്പം എന്റെ കൊച്ചു പ്രായത്തില് എന്നിട്ട് അന്ന് വെള്ളം കുടിച്ചതുപോലെ എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നൊക്കെ അത് ഓർക്കുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് അത് പറയാനായിട്ട് ഇടയെത്തിയിരുന്നു. അച്ഛന്റെ അന്നത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അച്ഛൻ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അച്ഛന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അതുവരെ ഈ ചോറുണ്ടല്ലോ അത് കഴിക്കുന്നുണ്ടല്ലോ ആ ഒരു ഇത്. പക്ഷെ മോൻ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു, മോനെ യേശുപ്പച്ചൻ തരും എന്ന് അവനോട് പറഞ്ഞു. അന്ന് രാത്രി ഇങ്ങനെ അച്ചാച്ചനും മോനും കിടന്നുറങ്ങി, എനിക്ക് ഉറക്കമില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു, യേശുപ്പച്ച എനിക്ക് നാളെ
ചിക്കൻ കൂട്ടി ചോറ് കഴിക്കണം. എവിടുന്നാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് തരണം. ഇങ്ങനെയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്താ പറയാ, അന്ന് കിടന്ന് രാവിലെ ഉറങ്ങി, രാത്രി കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു. മോൻ സ്കൂളിൽ പോയി. എന്നിട്ട് 11 മണിയായി, 10 മണിയായി. അച്ഛൻ ഫ്രണ്ടിലെ റൂമില് ICPFന്റെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഞങ്ങള് നമ്മുടെ ICPF തന്നെ ഉള്ള ഒരു അങ്കിളിന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ കടമായിട്ട് എടുത്തായിരുന്നു. അപ്പൊ അത് ഞങ്ങളൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റും അടുത്ത് വരുക. അപ്പൊ അതും കൊടുക്കണം. ഈ ഈ പൈസ കൊടുക്കണമെന്നുള്ളൊരു ടെൻഷന്. പിന്നെ കുഞ്ഞിങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് എവിടുന്നെങ്കിലും വഴി തുറക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. സമയം പോകുന്നല്ലാതെ എന്റെ മുമ്പിൽ ഒന്നും കാണുന്നില്ല ആന്റി. ഞാൻ എന്നിട്ട് എന്നത്തെ പോലെ കലം കഴുകി ചോറ് വെക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോ ഞാൻ പൈപ്പിന്റെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഒന്നും പറയത്തില്ല, യേശപ്പച്ചന് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും. 12 മണിയായപ്പോ പറയുക ഇത്. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബിനിയമ്മ എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കും. ഞാൻ വിചാരിച്ചു നോർമൽ എന്തെങ്കിലും മെസ്സേജ് അയക്കും പറഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പോ എന്റെ കണ്ണിന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആന്റി. ഞാന് ബിനിയമ്മയോട് പറഞ്ഞിട്ട് പോലുമില്ല. ബിനിയമ്മ എനിക്ക് വേണ്ട പൈസ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, എടി ഇത് നിനക്കൊരു ഗിഫ്റ്റ് അയച്ചു തരാൻ എനിക്ക് തോന്നി, അതാ ഞാൻ ഇടുന്നത്. ഞാന് റൂമിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ വലിയതായി കരഞ്ഞ് എനിക്ക് ചാടിയെന്ന് പറയാ റൂമിൽ കിടന്ന്. കാരണം ദൈവത്തിനും ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യം. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് വന്നോ? ഇല്ലടി, മെസ്സേജ് ഒന്നും വന്നില്ല. അക്കൗണ്ട് ഒന്ന് നോക്കിക്കേ. അച്ഛനെ നോക്കിയിട്ട് എന്താ പറഞ്ഞേ, കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒരു മനുഷ്യരോട് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ എന്താ പറയുന്നേ, ചിക്കൻ കറി കൂട്ടി ചോറും കഴിച്ചു. അങ്കിളിന്റെ പൈസ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഈ കാര്യം സാക്ഷ്യം പറഞ്ഞപ്പോ അങ്കിള് പറഞ്ഞു, എന്റെ പൊന്നു സിസ്റ്റർ, നിങ്ങൾ ഇതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഉള്ളപ്പോ തന്നാ മതിയായിരുന്നു. പക്ഷെ നമ്മള് ഒരാളോട് ഒരു ഡേറ്റ് പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളാണ് ദൈവം ചെയ്തു തന്നെ. അതിനുശേഷം ഞങ്ങള് 3.5 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അടുത്തൊരു കൽക്കട്ടയിലേക്ക് മാറുവാനായിട്ട് ഇടയെത്തിയിരുന്നു. അപ്പൊ അതിന് മുമ്പേ ദൈവം എനിക്ക് ദർശനം തന്നു, എല്ലാം പാക്ക് ചെയ്ത് പൂട്ടി ഇറങ്ങുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കൂടെ ആ സമയമായി, നമ്മൾ ഇവിടുന്ന് പോകും. പോയി കുറച്ച് അങ്ങനെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഹെഡ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ വന്നു, സനു ഇവിടുത്തെ വർക്കുകൾ നല്ല രീതിയിൽ ഒരാൾ വന്നാൽ അത് തകർന്നു കിടക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അതിനെ പണിത് 3 വർഷം കൊണ്ട്. ഇനി ഒരാൾ വന്നാൽ അവിടെ സ്മൂത്ത് ആയിട്ട് റണ്ണാകും. അതുകൊണ്ട് കൽക്കട്ട മൊത്തത്തിൽ പോയി കിടക്കുക സനു, നിങ്ങൾ കുടുംബമായിട്ട് അങ്ങോട്ട് പോകും, നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പിന്നെ ഇവിടേക്ക് അയച്ചു. ഞാൻ ആ സമയത്ത് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്നു. എന്നെ അച്ഛൻ നാട്ടിൽ കൊണ്ട് വിട്ടു. അവന്റെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എനിക്ക് ഡസ്റ്റ് ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടായി, അലർജി ഭയങ്കര, അങ്ങ് അതിന്റെ ഭീകരം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഒരു നിമിഷം പോലും എന്താ പറയുന്നത്, എനിക്ക് കിടക്കാൻ പറ്റത്തില്ല. എപ്പോഴും രാത്രിയിലെല്ലാം ആവി പിടിച്ചും പിന്നെ അവസാനം ഇൻഹേലർ എടുക്കേണ്ട വന്നു. അങ്ങനെ നാട്ടില് ഡെലിവറിയോടുള്ള ബന്ധത്തിൽ പോയി. ഡെലിവറിയുടെ ആ ഡേറ്റോടടുത്ത് ഡോക്ടറെ കാണാൻ പോയപ്പോൾ അവസാന നിമിഷം ഡോക്ടർ കൈ കഴിഞ്ഞു. കാരണം എനിക്ക് സിവിയർ ആയിട്ട് ഇൻഫെക്ഷൻ കൂടിയിട്ട് സിസേറിയൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി. അവിടുന്ന് രാത്രി ഞങ്ങളെ SITയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. രാത്രി 1 മണിയായപ്പോൾ അവിടുന്ന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അവിടെ SIT ചെന്നു. അവിടെ ചെന്നപ്പം പിന്നെ പെട്ടെന്ന് എല്ലാം പ്രൊസീജിയർ എല്ലാം പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് ഹൈ ഡോസേജ് നമ്മുടെ ആന്റിബയോട്ടിക്കുകൾ തന്ന് ഇതിനെ ഒന്ന് കാമാക്കി. പിറ്റേന്ന് അവര് സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്യുന്നതിന് മുമ്പ് അവര് പറഞ്ഞു കണ്ടീഷൻ കുറച്ച് മോശമാ, കാരണം ഇൻഹേലർ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഡസ്റ്റാസ്മ നല്ല രീതിയിൽ ഇതായി. അപ്പം ഒന്നെങ്കിൽ കുഞ്ഞിനെ ഞങ്ങൾ 100% ഷുവർ ഞങ്ങൾ രക്ഷപ്പെടുത്തും, അമ്മയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താ പറയുന്ന, കാരണം ഇതെല്ലാം നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചല്ലോ. അപ്പൊ ഞാനും ഇതെല്ലാം വായിച്ചു. അപ്പൊ എന്താ പറയുന്ന, ഞാൻ ഡെലിവറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ കൊണ്ടുള്ള ദൈവത്തിന്റെ ഉപയോഗം അല്ലെ, എന്റെ നിയോഗം ഈ ഭൂമിയിലെ കഴിഞ്ഞെങ്കിൽ ഐ ആം റെഡി, ഐ ആം ഹാപ്പി.
എന്ന് പറഞ്ഞു. അല്ല, എന്നെ കൊണ്ട് നീ എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് തിരിച്ചു തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്. അത് ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെ അങ്ങനെ പറയാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു. കാരണം ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറി പോകുമ്പം അച്ചാച്ചനെ ഞാൻ കണ്ടില്ല. അച്ചാച്ചൻ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് താഴെ എവിടെയോ പോയി, കണ്ടില്ല. എൻ്റെ മൂത്ത മോനെ എനിക്ക് കാണാൻ പറ്റിയില്ല. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കയറിപ്പോന്നെ. അപ്പം ആദ്യത്തെ ഓപ്പറേഷന് ഡോക്ടറും നേഴ്സുമാരും മാത്രമുള്ള ഒരു സമയമായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് എത്ര നേഴ്സുമാർ, എത്ര ഡോക്ടർമാർ അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല. വലിയൊരു എന്റെ ചുറ്റും ആൾക്കാരായിരുന്നു. എന്നിട്ട് എനിക്കൊന്ന് മൂന്ന് തവണയും കൊണ്ട് എനിക്ക് അവര് ഇത് തന്നു, മയങ്ങാൻ വേണ്ടി അനസ്തേഷ്യ തന്നു. പക്ഷെ ശരീരത്തിൽ ഏറ്റില്ല. അവസാനം പിന്നെ എഴുന്നേറ്റ് ഇരുത്തിയാണ് എനിക്ക് തരുവാനായിട്ട് ഇടയായിട്ട് വരുന്നത്. ത്രൂ ഔട്ട് അവർ എന്നെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഒരു മയക്കത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് മയങ്ങാതെ ആ ഒരു ബോധത്തിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. ദൈവം അനുഗ്രഹപ്പെട്ട ഒരു തലമുറയെ ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ഒരു സമയത്തും ഞാന് എന്നാ വിവാഹം കഴിക്കുന്നതിന് മുമ്പൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഒരു പ്രസവവും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ആരെന്നെ നോക്കും, ഉണ്ടല്ലോ ചടങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഡെലിവറിക്കാണെങ്കിലും രണ്ടാമത്തെ ഡെലിവറിക്കാണെങ്കിലും അമ്മച്ചി ചിങ്ങാനത്തൊന്ന് വിളിച്ചു, അവളെ ഇങ്ങ് കൊണ്ടുപോവാ, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛച്ചന്റെ വീട്ടിലാണെങ്കിൽ അമ്മയാണെങ്കിലും അമ്മയുടെ അനിയത്തി, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അവരെയൊന്നും. കാരണം രണ്ടുപേരും എന്നെ അതുപോലെ നോക്കി. ആദ്യത്തെ ഡെലിവറി സമയത്ത് എല്ലാവരും ഹൗസ്ഫുൾ എന്ന് വേണേ പറയാം. അമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ അനിയത്തി, അമ്മയുടെ ചേച്ചി, അമ്മയുടെ അനിയത്തിയുടെ മോള്, എല്ലാരും കൂടെ എന്നെ നോക്കി. രണ്ടാമത്തെ വന്നപ്പോ അമ്മയ്ക്ക് ജോലിക്ക് പോകുന്നുണ്ട്. അമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും ആണ് എന്നെ ത്രൂ ഔട്ട് നോക്കിയത്. ഒരു കുറവ് പോലും വരാതെ എനിക്ക് വേണ്ടുന്ന എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി മേടിച്ചോണ്ട് വരുമായിരുന്നു. അങ്ങനെ എന്നെ അവര് നോക്കുവാനായിട്ട് ഇടയായി തീർന്ന്. അപ്പം എന്താ പറയുന്നേ, പലപ്പോഴും ഒറ്റപ്പെട്ടു പോയ സാഹചര്യങ്ങളിലും നിരാശപ്പെട്ടു പോയപ്പോഴും ഒക്കെ ദൈവം അതത് സമയത്ത് ഓരോരുത്തരെ എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ചില സാഹചര്യങ്ങളില് എനിക്ക് ഞാൻ ഇടയ്ക്ക് കൗൺസിലിംഗ് പഠിച്ചപ്പോഴെനിക്ക് മനസ്സിലായി, ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞതിന്റെ ആ ഒരു ആഴം. ചില ആ ചില സാഹചര്യങ്ങൾ ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അന്ന് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി ഇതിന്റെയൊക്കെ ഒരു ഭാഗമാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാകാനായിട്ട് ഇടയായിത്തീർന്നത്. പക്ഷെ ദൈവം താളടിയാവാതെ ദൈവം എന്നെ കാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ സഹോദരനെ ഇന്നവന് ഇച്ചിരി പിന്മാറ്റത്തിലാണ്. അവന് ജീവിതത്തിൽ കുറെ ബാഡ് എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അതിന്റെ ഫലമായി അവന് അല്പമായി പിന്മാറ്റത്തിന്റെ അവസ്ഥയിലാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം അവനെ ചേർക്കും, അവനെ വിടുവിക്കും എന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. ഇന്നും ഈ നിമിഷം വരെ ദൈവം വിശ്വസ്തനായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് ഓരോ കാര്യങ്ങളും, ഇപ്പൊ അടുത്ത മാസം 3 തൊട്ട് 5 വരെ ഞങ്ങളുടെ ക്യാമ്പാണ്. ആ ക്യാമ്പിന്റെ ഈ പറഞ്ഞ പോലെ ഞങ്ങള് ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കുക. എന്താ പറയുന്നത്, ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച് മുമ്പോട്ട് പോവുക. വലിയൊരു എമൗണ്ട് ഞങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷെ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. എങ്ങനായി തീരുന്നൊന്നും അറിയത്തില്ല. പക്ഷെ എല്ലാത്തിന്റെ അവസാനം ദൈവനാമം മഹത്വപ്പെടും. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ. കുടുംബജീവിതത്തിലും ദൈവം ആഗ്രഹിച്ചതിലേക്കായി ഉപരി ദൈവം മാനിച്ചു നടത്തി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആന്റി വെറും സീറോ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാഗിനകത്ത് എൻ്റെ ആങ്ങളുടെ കുറച്ച് തുണികൾ മാത്രം എടുത്തോണ്ടാ ഞാൻ വരുന്നത്. എനിക്ക് അധികം ഉടുപ്പില്ലാഞ്ഞിട്ട് എൻ്റെ വീട് ഫുള്ളും കാലിയാക്കിയ സമയത്ത് എൻ്റെ അമ്മയുടെ കുറച്ച് സാരി എടുത്തു വെച്ചിട്ട് അന്നൊക്കെ ഈ സാരി വെട്ടി തയ്ച്ച് ചുരിദാറും പാവാടയും ബ്ലൗസും ഒക്കെ അങ്ങനെ എൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എനിക്ക് തയ്ച്ച് അതുമായിട്ടാണ് ഞാൻ ചിങ്ങവനത്തോട്ട് വരുന്നത്. പക്ഷെ ഇന്ന് ദൈവം സഹായിച്ച് എനിക്ക് ആവശ്യത്തിന് ഇട്ട് മാറാൻ ഡ്രസ്സും
പണ്ടൊക്കെ കാറ് കയറാനൊക്കെ ആഗ്രഹിച്ച സ്ഥാനത്ത് സ്വന്തമായി കാറും നല്ല സൗകര്യങ്ങളും ഒക്കെ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ നോക്കുമ്പോൾ ദൈവം വിശ്വസ്തനായിരുന്നു. ഞാൻ പലപ്പോഴും അവിശ്വസ്തത ദൈവത്തോട് കാണിച്ചിട്ടുണ്ട്. എൻ്റെ അവിശ്വാസം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. രാത്രിയില് ഞാന് എഴുന്നേറ്റ് ഈ പറഞ്ഞ പോലെ കൽക്കട്ടയിൽ വന്നിട്ടും രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച സമയങ്ങളില് ഏഹ് എന്താ പറയുന്നെ, ഒരു മനുഷ്യരോട് പോലും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നാളെ സാധനം മേടിക്കാൻ നാളത്തേക്കുള്ള സാധനം പോലും ഇല്ല. അങ്ങനെ ഇരുന്ന് രാത്രി 2 മണിക്ക് ഇരുന്ന് കരയുവാ. ദൈവമേ എന്നാ ചെയ്യും നാളെ എന്ന് കരഞ്ഞ സമയത്ത് രാത്രി 2 മണിയായപ്പോ എന്റെ ഫോണിൽ മെസ്സേജ് വരുവാ. മോളെ നിന്റെ അക്കൗണ്ട് നമ്പർ താ, എന്റെയിൽ ഒരാൾ ഇച്ചിരി പൈസ ഏൽപ്പിച്ചു, നിനക്കത് നിനക്ക് തരാനാ ദൈവം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് രാത്രി 2 മണിക്ക്. എനിക്കറിയത്തില്ല ആന്റി, ദൈവം നമ്മള് റൂമിൽ കയറിയിരുന്ന് കരയുമ്പോൾ, അതും ഇന്ത്യയിൽ പോലും അല്ല, എന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു കൗൺസിലിംഗ് പഠിച്ചതാ. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ഈ പറഞ്ഞ പോലെ പരിചയക്കാരായിരുന്നു. ഇന്ന് എന്റെ സ്വന്തം ചേച്ചിയെ പോലെ കൊണ്ട് നടക്കുന്ന ഒരു ചേച്ചിയാ. എന്നെ ഞങ്ങള് റെഗുലറായിട്ട് വിളിക്കാൻ പറയുകയൊന്നും ഇല്ലെങ്കിലും എന്നെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഇതുപോലെ ഒരു എമർജൻസി വരുമ്പോ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും ചേച്ചി. ഇന്ന് ഷാർജയിൽ അവര് കർത്താവിന്റെ വേലോടനുബന്ധിച്ചായിരിക്കുകയാണ്. അപ്പൊ ഷീബ ചേച്ചി അതുപോലെ ഓരോ പ്രിയപ്പെട്ടവര് എന്താ പറയുക, ഞാൻ പോലും അറിയാത്ത ആൾക്കാരാ എനിക്ക് വേണ്ടി കരം നീട്ടിയിട്ടുള്ള ഒരുപാട്, പറയാനാണെങ്കിൽ ഒരുപാട് പേരുകള് ഒരുപാട് പേരുകള് ഉണ്ട്. അതുപോലെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുപാട് നല്ല ബന്ധങ്ങളെ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതെ, ദൈവം ഇന്നും വിശ്വസ്തനായി കൂടെ ഇരിക്കുന്നു. എന്റെ തലമുറകളുടെ വിദ്യാഭ്യാസം ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇവരെയൊക്കെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നേ എന്നൊക്കെ. പക്ഷെ അവരുടെ ഫീസ് അടയ്ക്കേണ്ട സമയത്ത് ദൈവം പ്രവർത്തിക്കും. അവർക്ക് വേണ്ടി ഈ പറയുന്ന പോലെ എന്റെ ബിനിയമ്മ അപ്രതീക്ഷിതമായിട്ടൊക്കെയാ എനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നത്. അത് ഞാൻ പറയാം, അമ്മ ഇത് എങ്ങനെയാ ഇത് അറിയുന്നേന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ സീറോയെ നിൽക്കുമ്പോ ഇനി അപ്പുറത്തോട്ട് എന്നാന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഇതുപോലെ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു വാക്യമായിരിക്കും നമുക്ക് ദൈവം തരുന്നത്. അതുപോലെ അത്ഭുതകരമായിട്ടാ ദൈവം ഞങ്ങളെ നടത്തുന്നു. ഓരോ ഓരോ ദിവസവും ഓരോ നിമിഷവും ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയാം. ഞാൻ പറയും, ഈ സാഹചര്യത്തിലൂടെ വന്നോണ്ടാ ദൈവത്തെ ഇത്രമാത്രം എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. ചിലപ്പോ നല്ല നിലയിലായി പോയിരുന്നെങ്കിൽ, ആ ഒരു മേഖലയിലൂടെ ഞാൻ പോയിരുന്നെങ്കിൽ, പക്ഷെ ഇത് എനിക്ക് ഒരു നിമിഷം പോലും ദൈവത്തെ വിട്ടു പോകാൻ പറ്റത്തില്ല. കാരണം അടുത്ത കാര്യം നടക്കണമെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു പിടി അല്ലെ കൈ പിടിച്ചില്ലെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്രകാരമാണ് ദൈവം എന്നെ സ്നേഹിച്ച് കൊണ്ട് നടക്കുന്നത്. അതുപോലെ മിനിസ്ട്രിയിലാണെങ്കിലും വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങളെ ദൈവം ഞങ്ങൾ ഈ ദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങള് ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഈ കൽക്കട്ടയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അടുത്ത് എന്തെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷെ ദൈവം ഞാൻ എപ്പോഴും പറയാം, എന്റെ ജീവിതത്തിൽ ഒരാഗ്രഹമുള്ളൂ, ദൈവം എവിടെ അയച്ചാലും പോകുക, വിശ്വസ്തരായി നിൽക്കുക. തമ്പിയപ്പച്ചന്റെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഉണ്ട്, തുരുമ്പിച്ച് തീരുന്നതിനേക്കാൾ നല്ലത് ആ മൂർച്ചയോടെ തന്നെ ഇരിക്കണം. അല്ലാതെ നമ്മൾ അമ്മച്ചി എപ്പോഴും പറയും, നമ്മൾ വെറുതെ പിന്നെ കഞ്ഞിയും കറിയും വെച്ച് അവിടെ അങ്ങ് ഒതുങ്ങി പോവാതെ എന്തെങ്കിലുമൊക്കെ, ചിലപ്പോ പ്രാർത്ഥിക്കാനായിരിക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം എന്നെ ഏൽപ്പിച്ച് എന്താണോ അത് ചെയ്തു തീർക്കണം. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഒത്തിരി കാലം ഒന്നും ജീവിക്കണം എന്നൊന്നും ആഗ്രഹമില്ല, പക്ഷെ ജീവിച്ചിരിക്കുമ്പോ നല്ലതായിട്ട് ജീവിക്കുക, അങ്ങനെ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ ദേശത്തെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇപ്പൊ ഞങ്ങൾ ഉപവാസത്തോടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ ക്യാമ്പ് ഏറ്റവും ഭംഗിയായി തീരണം. അനേക കുഞ്ഞുങ്ങൾ കടന്നു വരുന്നുണ്ട്. ഏകദേശം 10-70 കുഞ്ഞുങ്ങൾ കടന്നു വരുന്നുണ്ട്. അവര് ദൈവത്തെ അറിഞ്ഞ് കടന്നു പോകണം. കാരണം ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, നമ്മൾ ദൈവത്തെ അവർക്ക് കൊടുത്താലും അതിനെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഒരു തലമുറയാണ്. അപ്പൊ കടന്നു വരുന്ന ഓരോ മക്കളും, അതില് 1-2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവർക്ക് ഒരു ഇന്നർ ഹീലിംഗ്, ഒരു ബ്രേക്ക് ത്രൂ അവരുടെ ജീവിതത്തിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് സെലക്റ്റീവായ കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് പേഴ്സണലി കാര്യങ്ങൾ അറിയാവുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളൊക്കെ വിടുതൽ പ്രാപിച്ച് ഇതിനകത്തുനിന്ന് മടങ്ങിപ്പോണം. അതുപോലെ ഞങ്ങളുടെ ക്യാമ്പിന് 1 രൂപ പോലും കടം വരാതെ അത് ഭംഗിയായി നടക്കണം.
ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങള്. ഭൗതിക കാര്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഈ ഭൗതിക കാര്യങ്ങൾക്ക് അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യത്തില്ല. പണ്ട് ഇതുപോലെ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു അച്ചാച്ചൻ ക്യാമ്പിനും ഒക്കെ ആയിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലോ, ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഞെരുക്കം വരുമ്പോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അന്നേരം എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയത്, അപ്പൊ കർത്താവിന് അറിയാം എന്റെ കാര്യം നോക്കാൻ, ഞാൻ അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല എന്നോട് പറയാറ്. പിന്നെ ഞാനൊന്നും പറയാൻ പോയിട്ടില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യത്തുമില്ല. അപ്പോ ദൈവം എന്നാ ഓരോ കാര്യങ്ങളും ദൈവം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളെ നടത്തുന്നു. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആൻറ്റി ഇത്രയും സമയം എനിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ അവസരം തന്ന ആൻറ്റിയോട് നന്ദി പറയുന്നു. എൻ്റെ ഈ സാക്ഷ്യം ചിലർക്കെങ്കിലും അനുഗ്രഹമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, ആരുമില്ലെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ശരിക്കും ആ ഒരു ദൈവം നമ്മളോട് അടുത്ത് വരുന്നത്, നമ്മളെ കെട്ടിപ്പിടിക്കുന്നത്, നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്നത്, അല്ലെ നമ്മളോട് ചേർന്നിരുന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഒരു അപ്പം വന്ന് ആശ്വസിപ്പിക്കുന്ന ആ തലോടൽ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ആ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഫീല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ആ ഒരു അനുഗ്രഹം ഈ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരാമം കൊള്ളുന്നു. താങ്ക് യു സൗമ്യ. ആരും ഇല്ലാതെ അനാഥത്വം പേറി 10ാമത്തെ വയസ്സിൽ മാതാവും പിതാവും ഒക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് ഒത്തിരി മാതാവും പിതാക്കന്മാരും സഹോദരന്മാരെയും ഒക്കെ കർത്താവ് എന്തോ ചെയ്തു? ദാനമായിട്ട് തന്നു സന്തോഷത്തോടെ. ഒരു പക്ഷേ സൗമ്യ അന്നൊന്നും ചിന്തിച്ച് കാണത്തില്ല. പക്ഷേ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങിയ എല്ലാം തരും. ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിക്കാൻ ആവശ്യമുള്ളത്, അത്യാഗ്രഹമല്ല, നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് തരും. മാതാവിനെ തരും, പിതാവിനെ തരും, സഹോദരങ്ങളെ തരും, എല്ലാം എവരിത്തിങ്. ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാം തരുവാൻ ശക്തനായ ഒരു കർത്താവ്, ഇത്ര നല്ലൊരു കർത്താവ്, അപ്പനായിട്ട് അമ്മയായിട്ട് കർത്താവ് തന്നെ ഇറങ്ങി വന്ന് എന്തോ ചെയ്യും? മാനുഷിക രീതികളിൽ മനുഷ്യനായിട്ടും അല്ലാതെ ദൈവത്തിൻ്റെ വലിയ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ള ഒരു വലിയ ഒരു ഭാഗ്യമൊക്കെ കർത്താവ് സൗമ്യയുടെ ജീവിതത്തിൽ തന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലൊക്കെ ജീവിതത്തിൽ കഷ്ടങ്ങളും ഒറ്റപ്പാടുകളും അനാഥത്വവും നിരാശകളും ഒക്കെ പേറി നടക്കുന്ന അനേകരുണ്ടെങ്കിൽ നിങ്ങളോടൊരു വാക്ക് പറയട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. കർത്താവ് ഒരിക്കലും എന്തോ ചെയ്തില്ല, അനാഥനായി വിടത്തില്ല. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായിട്ടൊന്നും വിടത്തില്ല. കർത്താവ് ഒരിക്കലും അനാഥരായിട്ട് വിടത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം സൗമ്യയോട് കൂടെ ഇരുന്ന് അനാഥത്വം മാറ്റി ഇന്ന് എല്ലാവരുമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാക്കി കർത്താവ് തീർത്തു. ഞാനൊന്ന് ചോദിക്കട്ടെ, ബ്രദറ് വിശ്വാസത്തിൽ അന്ന് മാറിപ്പോയോ? അതോ ആൻറ്റി വിശ്വാസത്തിൽ നിന്ന് കുറച്ച് പുറകോട്ട ആള്. അവന് എന്താ പറയുന്നേ, വളർന്നു വന്നപ്പോഴേ നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴ് അവനൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഫലമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകള്. പിന്നെ ഞങ്ങള് അന്ന് നമുക്ക് ഗേൾസ് ഹോം മാത്രമേ ഉള്ളായിരുന്നു, ബോയ്സ് ഹോം ഇല്ലായിരുന്നു. അപ്പൊ രണ്ട് ബോയ്സേ ഉള്ളായിരുന്നു. ഒന്ന് എൻ്റെ അനിയനും വേറെ ഒരു മോനും ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഞങ്ങള് വേറൊരു ഹോമിലോട്ട്, നമ്മൾക്ക് തന്നെ അറിയാവുന്ന ഒരു ഹോമിലോട്ട് വിട്ടു. അവിടെ നിന്ന സമയത്ത് മറ്റേ മോനുണ്ടായിരുന്നപ്പോ ഇവന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അവനും കൂടി ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് മെന്റലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി. അവിടെയും നമ്മുടെ ഇവിടെ കിട്ടിയ ഒരു അനുഭവം അല്ല അവിടെ അവന് കിട്ടിയത്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വീടായിരുന്നു. അപ്പനും അമ്മയായിട്ട് ബിനിയമ്മയും അപ്പായും എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എപ്പോഴും എന്താ പറയുന്നേ, അവരുടെ അടുത്ത് ഒരിക്കലും നമ്മൾ ഈ ആന്റി അങ്കിള് അങ്ങനെ ഒരു പേടിച്ച് നിൽക്കേണ്ട ഒരു അനുഭവം അല്ലായിരുന്നു. കാരണം നമ്മളോട് കൂടെ ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ അവര്. പക്ഷെ അവിടുന്ന് എന്തായാലും ഡിഫറെന്റ് ആണ് അവൻ അവിടോട്ട് ചെന്നപ്പോ. അപ്പൊ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവന് മെന്റലി ഫിസിക്കലി അനുഭവിക്കേണ്ട വന്നു. അതൊക്കെ അവനെ ഒരുപാട് ബാധിച്ചു, നല്ല രീതിയിൽ അവനെ ബാധിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ പുറത്തു പലപ്പോഴും വരുമെന്ന് ഞാന് വിശ്വസിക്കുന്ന ചില സമയങ്ങളിൽ ചില ചോദ്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ച് അവൻ വഴക്കുണ്ടാകും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ആൻറ്റി, ദൈവം അവനെ കൊണ്ടുവരും. ഞാൻ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എന്തിനാ വൈകിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോ അതിനകത്ത് ഒരു ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുള്ളൂ, കർത്താവ് നശിപ്പിച്ച് കളയരുത്. നശിക്കാതെ ഞാൻ കാത്തിരിക്കുക. ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഇതാണ്, മോശയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു മരത്തിന്റെ പുറകില് മിരിയാൻ കാത്തിരുന്നത് പോലെ, ലാസറിന്റെ വിടുതലിന് വേണ്ടി മാർത്തയും മറിയയും കാത്തിരുന്നത് പോലെ ഞാൻ കാത്തിരിക്കുക എന്ന് ഇങ്ങനെ ഞാൻ പറയും. ചിലപ്പോ നടന്നു പോകുമ്പോ പറയും. എന്നെ കേൾക്കുന്ന ദൈവമാ, എന്നെ കൈവിടത്തില്ല. തീർച്ചയായിട്ടും കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. ബ്രദറിനെ കർത്താവ് എന്തോ ചെയ്യും? സിസ്റ്റർ ആഗ്രഹിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവ് എന്തോ ചെയ്യും? പണിഞ്ഞെടുത്തു കൊണ്ടുവരും. ഇപ്പോൾ ബന്ധുക്കൾ ചാർച്ചക്കാരെങ്കിലുമൊക്കെ വിളിക്കുകയോ വല്ലതും ചെയ്യുമോ? അങ്ങനെ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് ആന്റി. പലരെയും അങ്ങനെ വലിയ ഒരു ഇതില്ല എങ്കിൽ പോലും എന്നെ നോക്കി ആ അമ്മച്ചി അപ്പച്ചനും ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എല്ലാ വർഷവും അവരെ പോയി കാണുമായിരുന്നു. എന്നെ ചെയ്യാനും ജോയിങ്ങള് എന്നെ കൊണ്ടുവിട്ട അങ്കിള് അവിടെ കൊണ്ടുപോയി എല്ലാ വർഷവും കാണിക്കും. അങ്ങനെയായിരുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞപ്പോഴും ഞാന് വല്യമ്മച്ചിയെ പോയി കാണുമായിരുന്നു. ഇപ്പൊ വല്യമ്മച്ചി മരിച്ചുപോയി. അതുകൊണ്ട് പിന്നെ നമുക്കെന്ന് പറഞ്ഞ് പോയി കാണാൻ പ്രത്യേകിച്ച് അവിടെ ആരുമില്ല. എങ്കിലും ഞാന് എപ്പോഴെങ്കിലും റാന്നിയിൽ പോകുമ്പം അടുത്തുള്ള വീടുകളും നമ്മള് ആൾക്കാരുടെയൊക്കെ അടുത്ത് പോയി കാണുകയും പറയുകയും ചെയ്യും. പിന്നെ അയൽവക്കത്തുള്ളവരൊക്കെ ഇന്നും വിളിക്കാറും പറയാറും ഒക്കെ ഉണ്ട്. അവര് ഇന്നും ഇതാണ്. ബ്രദർ എങ്ങനെ അവരുടെ കൂടെ ആരുടെ കൂടെ നിൽക്കുന്നത്? അതോ ജോലിയുണ്ടോ ബ്രദറിന്? എങ്ങനെയാണ് ഇല്ല, ബ്രദർ? ഇപ്പൊ അവന് തൃശ്ശൂര് ഒരു കമ്പനിയില് അവൻ അവിടെ നിൽക്കുക ഇപ്പം. പക്ഷെ ഞങ്ങൾ എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ഉണ്ട്. ബിനിയമ്മയായിട്ടും ഇടയ്ക്ക് ഞങ്ങൾ ആരുമായിട്ടും ബന്ധമില്ലായിരുന്നു. പക്ഷെ ബിനിയമ്മയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അന്നേരം ദേഷ്യപ്പെടുമായിരിക്കും. പക്ഷെ പിന്നെ അതങ്ങ് മറന്നിട്ട് ആൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരാളാ. അപ്പം ഇപ്പം ബിനിയമ്മ അവനെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവന് ഇപ്പൊ എല്ലാവരുമായിട്ടും കണക്റ്റാ. ഓക്കെ ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ സിസ്റ്റർ. ദൈവം വലിയവനായ ദൈവത്തിൻ്റെ സ്നേഹം ആ സഹോദരനും തീർച്ചയായിട്ടും കർത്താവ് മടക്കി കൊണ്ടുവരും. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ വലിയൊരു ചിറകിൻ്റെ ഉള്ളിൽ അവനെയും കർത്താവ് അവിടെ പരിപാലിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. അനേകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. കുടുംബമായി നിങ്ങളെ ആ ദേശത്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ക്യാമ്പിൻ്റെ എല്ലാ കാര്യങ്ങളും കർത്താവ് നന്നായി നടത്തി തരട്ടെ. താങ്ക് യു സിസ്റ്റർ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഓക്കെ. സ്വർഗീയപിതാവേ, നല്ല സമയത്തിനായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പച്ച. ഇത്രയും സമയം കർത്താവേ, ദൈവം അങ്ങ് എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ കർത്താവെ പറയുവാൻ, ദൈവമേ സാക്ഷിക്കുവാൻ എനിക്ക് തന്ന അവസരത്തിനായി സ്തോത്രം കർത്താപ്പച്ച. ഇത് ദൈവമേ ചെയ്യുമ്പോൾ ദൈവമേ ആരൊക്കെ ഇത് കാണുന്നുവോ അവരൊക്കെ ഹൃദയത്തില് ദൈവമേ അതൊരു അനുഗ്രഹമായി, ദൈവമേ പ്രയാസത്തിലിരിക്കുന്നവര്, ഒറ്റപ്പെട്ടിരിക്കുന്നവര്, നിരാശ അനുഭവിക്കുന്നവര്, കർത്താവെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ഏതെങ്കിലും രീതിയിൽ ദൈവമേ ജീവിതം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിലേക്ക് കർത്താവെ ഈ സാക്ഷ്യം കടന്നു ചെല്ലുവാനും അവർക്ക് വിടുതലായി തീരുവാനും ദൈവമേ ഉപയോഗിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിനെ കൂടുതലായി സ്നേഹിപ്പാൻ അറിയുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ ചെയ്യുമ്പോൾ കർത്താവെ ഹല്ലേലൂയ, കേവലം ദൈവമേ ഹല്ലേലൂയ ഒരു കർത്താവെ ദൈവമേ ചെറിയ കാര്യമെന്ന് കരുതി ചെയ്യുമ്പോഴും അത് അനേകർ ഹൃദയത്തിന് ദൈവമേ വിടുതലായ ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം ഇടയാകണം. ഇരട്ടി പ്രതിഫലം നൽകി ദൈവ ആ കുടുംബത്തെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങ് പ്രാർത്ഥനയുടെ സ്തോത്രം യേശുപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. താങ്ക് യു താങ്ക് യു താങ്ക് യു.